ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഇത് നമ്മൾ മനോഹരമായ ഒരു ലൈഫ് ടെക്നിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഹാബിറ്റുകളുണ്ട്. ഹാബിറ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി ഏറ്റവും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആക്ടിവിറ്റി, അല്ലെങ്കിൽ അതിനെ എഫേർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു രീതിയാണ് എപ്പോഴും ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള 12 ഹാബിറ്റുകളെ കുറിച്ച്, അതും ചെറിയ ചെറിയ ഹാബിറ്റുകളെ കുറിച്ചാണ് മനോജ് സാറിലൂടെ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ്, അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കിന്ന് കൃത്യമായിട്ട് കേൾക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെ. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, sir. Once again on the platform. അപ്പോൾ കഴിഞ്ഞ ആഴ്ച സെഷനിൽ നമ്മൾ 12 സ്റ്റെപ്സിനെ കുറിച്ചായിരുന്നു. നമ്മൾ 12 സ്റ്റെപ്സ് ടു വിൻ അറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ആണ് ഈ സെഷൻ ഞാൻ ആക്ച്വലി ഇത് രണ്ടാമത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയെന്ന് കരുതിയത്. നമുക്കറിയാം, നമുക്കൊക്കെ ശീലങ്ങളുണ്ട് അല്ലേ? നമുക്കുള്ള ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഒരു തിരിഞ്ഞുകൊണ്ട് നമുക്കൊക്കെ ഉള്ള ശീലങ്ങൾ എന്തൊക്കെയാണ്? നല്ല ശീലങ്ങളാണോ? ശീലങ്ങളെ മോശമൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലതും ചീത്തയൊക്കെ ആയിട്ടുള്ള എല്ലാ സ്വഭാവങ്ങളും, എല്ലാ ശീലങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ടാണ് കൂടുതൽ നമ്മൾ മെനക്കെടാറുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വളർത്തിയെടുത്താൽ കിട്ടുന്ന അതിൻ്റെ ശീലങ്ങളുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരേ കാര്യം തന്നെ ഇപ്പൊ ഏതാണ്ടൊരു 10-20 പ്രാവശ്യമോ അതിൽ കൂടുതലോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഹാബിറ്റായി തീരുമെന്ന് പറയാറുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് 21 ദിവസം എന്ത് കാര്യവും മുടക്കമില്ലാതെ ചെയ്താൽ സോ ദാറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് അവർ ഹാബിറ്റ്. ഉദാഹരണത്തിന് നമ്മൾ നടക്കാൻ പോകുന്ന കാര്യം. ഉദാഹരണത്തിന് നടക്കാൻ പോകുന്നത് എല്ലാവരും ചെയ്യുന്ന ആരംഭശൂരത്വം എന്ന് പറഞ്ഞ പലരും നമ്മൾ എന്താണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ 1-ാം തീയതി മുതൽ നമ്മൾ തന്നെ നടക്കാൻ പോകും എന്ന് പറഞ്ഞിട്ട് ചില റെസൊല്യൂഷനൊക്കെ എടുക്കാറുണ്ട്. 1-ാം തീയതി പോകും, 2-ാം തീയതി പോകും. ചിലപ്പോൾ വിചാരിക്കും 3-ാം തീയതി ആകുമ്പോൾ വിചാരിക്കും ഇന്ന് ഒരു ദിവസം വേറെ എന്തെങ്കിലും ഒരു അസൗകര്യം കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ അസൗകര്യങ്ങൾ കാരണം നമ്മളത് ചിലപ്പോൾ ഒന്ന് വേണ്ടാന്ന് നോക്കും. നടത്താം, ഇന്നല്ലേ നാളെ ആയിക്കോട്ടെ. അപ്പോൾ നാളെ വീണ്ടും ദിവസം അങ്ങനെ തന്നെ ഒരു ദിവസം കൂടെ പുലരുന്നു. അപ്പോഴും എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിചാരിക്കുമോ ഇനി ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, ഇപ്പം ഇന്നൂടെ നടക്കാം, മറ്റന്നാൾ മുതൽ നമ്മൾ കുറച്ചുകൂടെ ഇത് ഭംഗിയായിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ നീണ്ട് ഒരു ഗ്യാപ്പ് വന്നാൽ അതായി നമ്മുടെ ഹാബിറ്റ്. ശരിയല്ലേ സാബു സാറേ? അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു തുടർച്ച, ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനെയുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ പുലർത്തിയാൽ അത് നമ്മുടെ ഹാബിറ്റാവും. പിന്നെ നമ്മളൊന്നും അറിയാതെ തന്നെ അത് റിമൈൻഡർ ആവും നമുക്ക്. അപ്പോൾ അങ്ങനെ ആ ശീലം നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദി ലൈഫായിത്തീരുന്നത് അങ്ങനെയാണ്. നമ്മളത് അറിയാതെ വരുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലായിക്കഴിഞ്ഞാൽ പിന്നെ ആ ശീലം വിട്ടുപോകില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ ആയിരിക്കും മറ്റുള്ള എല്ലാ ശീലങ്ങളും നമുക്ക് കണ്ടിന്യൂവേഷൻ ആവുന്നത്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റിയിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഓട്ടോ സജഷനാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ബ്രെയിനിൽ അത് കിട്ടുന്ന നമ്മുടെ ഒരു ഓട്ടോ സജഷൻ, ഓട്ടോ പൈലറ്റ് മോഡ് എന്നൊക്കെ പറയുമല്ലേ, അങ്ങനെ ആകാറുണ്ട്. ശീലങ്ങളൊക്കെയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആണ് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദി ഈ ലൈഫിൽ നമുക്കത് വരുന്നത്. അപ്പം നമ്മൾ പോസിറ്റീവ് ശീലങ്ങളാണ് എല്ലാവരും വളർത്താനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ സത്യം പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ട് വളർത്തിയെടുക്കുന്നത് നമുക്ക് ചിലപ്പം ജീവിതത്തിൽ ഒരു അച്ചടക്കം വരും. ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്കങ്ങനെ ഒരേ കാര്യം ചെയ്ത് അതിലൊരു കൺസിസ്റ്റൻസി വന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറേ ബെനിഫിറ്റ് കിട്ടും. കാര്യം എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്ന മാതിരി പല ശീലങ്ങൾക്കും അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യുകയും അതൊരു പ്രാക്ടീസൊക്കെ ആക്കുകയും ചെയ്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു 12 ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ബെനിഫിറ്റുകൾ എന്താണ്,
അങ്ങനെയുള്ള 12 ശീലങ്ങൾ എന്തൊക്കെയാണ്? 12 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു കണക്ക് എന്നുള്ള രീതിയിൽ 12ൽ നമ്മൾ ഒതുങ്ങുകയാണ്. അതിൽ കൂടുതൽ നമുക്ക് വരുത്താം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ. നമുക്ക് 12 ടൈനി ഹാബിറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദി ലൈഫൊക്കെ ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ടൈറ്റിൽ, ദ പവർ ഓഫ് 12 നമ്പേഴ്സ് ഓഫ് ടൈനി ഹാബിറ്റ്സ്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ശീലങ്ങളുടെ പവർ എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രാക്ടീസാണ്. നമ്മുടെ ശീലങ്ങൾ പ്രാക്ടീസ് ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതിന് മിനിമൽ ടൈം മതി. ഞാൻ ഈ പറയാൻ പോകുന്ന 12 ഹാബിറ്റ്സ് അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. നമ്മളുടെ സാധാരണ റൊട്ടീൻ ലൈഫിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൽ നമുക്ക് മിനിമൽ ടൈം ഉപയോഗിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഗ്രോയിങ് ബെനിഫിറ്റ്സാണ്. ഗ്രോയിങ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യം അതിനകത്തുനിന്ന് ഒരു ബെനിഫിറ്റ് താൽക്കാലികമായിട്ട് കിട്ടുന്നതല്ല. ഇറ്റ്സ് എ ലോങ് സ്റ്റാൻഡിങ് ലോങ് സസ്റ്റൈനിങ് ബെനിഫിറ്റ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പം നമുക്ക് ഇവിടെ നോക്കാൻ പോകുന്നത്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കേണ്ടത്, സോ വാട്ട് ഈസ് ഹാബിറ്റ്? ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങൾ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിലും, സോ വാട്ട് ഈസ് ഹാബിറ്റ്? ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഒരു ഫോം, നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെ ആരെങ്കിലും ഒന്ന് പറയാമോ? സാബു സാറോ ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു 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 ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് പറയാം. സോ വാട്ട് ഈസ് എ ഹാബിറ്റ്? എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പറയാം, ഉത്തരം പറയാം. തുടർച്ചയായി കൊണ്ട് നടക്കുന്ന ഒരു ശീലം. അതെ, അത് എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ളത് വേണമെങ്കിലും ആകാം അല്ലേ? നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള തരത്തിലുള്ള ശീലങ്ങളൊക്കെ ആകാം. സാബു സാറ് പറഞ്ഞത് കറക്റ്റാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ, ഇംഗ്ലീഷിലുള്ള ഒരു ഡെഫിനിഷൻ നോക്കിയാൽ, പ്രത്യേകിച്ചും ഒരു സൈക്കോളജിക്കൽ ഡെഫിനിഷൻ നോക്കിയാൽ, ഇൻ സൈക്കോളജി എ ഹാബിറ്റ് ഈസ് ഓഫൺ ഡിഫൈൻഡ് ആസ് എ ലേൺഡ് ബിഹേവിയർ. പഠിക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലേ? ലേൺഡ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആസ് എ ലേൺഡ് ബിഹേവിയർ ഓർ ആക്ഷൻ, രണ്ടും ആകാം. ദാറ്റ് ബിക്കംസ് ഓട്ടോമാറ്റിക് ത്രൂ റിപ്പീറ്റഡ് പ്രാക്ടീസ്. ഹാബിറ്റ്സ് ആർ ടിപ്പിക്കലി പെർഫോംഡ് വിത്തൗട്ട് മച്ച് കോൺഷ്യസ് തോട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള സ്വഭാവങ്ങളോ ആക്ഷനോ അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് റിപ്പീറ്റഡ് പ്രാക്ടീസിൽ കൂടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തീരും നമ്മുടെ ലൈഫിൻ്റെ തന്നെ. അതാണ് സൈക്കോളജിക്കലി ഹാബിറ്റിനെ കുറിച്ച് പറയുന്നത്. They play a significant role in shaping daily routines. അതുകൊണ്ട് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു നടക്കുന്ന കാര്യം തന്നെ. അത് നമ്മുടെ ഒരു ഭാഗമായി, പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥന അല്ലെങ്കിൽ അതുപോലുള്ള മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നൊരു സ്ഥിരമായിട്ട് ഒരു കമ്പലിങ് റീസൺ ആവും. അത് നമുക്ക് നടന്നേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കിയെടുത്ത ഹാബിറ്റാണ്, ഒരു ആക്ഷനാണ്. നമ്മൾ അങ്ങനെ പോയാണത് ഓട്ടോമേറ്റഡ് ആയത്. ഒരു ഓട്ടോ പൈലറ്റ് മോഡ് എന്നുള്ള രീതിയിൽ വരും. നമുക്കൊരു റിമൈൻഡർ തരും. ആ സമയത്ത് തന്നെ നമ്മളെ കൃത്യമായിട്ട് അത് ഓർക്കുകയും, അത് ചിലപ്പം അതൊരു പ്രാക്ടീസായി കഴിഞ്ഞാലൊക്കെ ഒരു പക്ഷേ അത് മിസ് ചെയ്താൽ നമുക്ക് മെൻ്റലി പോലും നമുക്ക് കുറ്റബോധം പോലും തോന്നാം. നല്ല ഹാബിറ്റ്സ്, ഫോർ എക്സാമ്പിൾ എക്സസൈസ് തന്നെ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയില്ലല്ലോ, പറ്റിയില്ലല്ലോ ഇന്ന്, ചിലപ്പോൾ അങ്ങനെ ഒരു റിമൈൻഡറും ഒക്കെ തരും. അതാണ് ഹാബിറ്റിൻ്റെ ഒരു പ്രത്യേകത. സോ ദേ ആർ ബോത്ത് ബെനിഫിഷ്യൽ ആൻഡ് ഡിറ്റർമിനൽ. നമ്മളത് ഒരു നിശ്ചയദാർഢ്യം കൂടെ തന്നെ ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് അവസാനം കിട്ടുകയും ചെയ്യും. എക്സസൈസിൽ തീർച്ചയായിട്ടും ആരോഗ്യപരവും മാനസികപരവുമായിട്ടൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അങ്ങനെ ഹാബിറ്റ് വളർത്തിയെടുത്ത് ഇത് പ്രാക്ടീസുകളിൽ കൂടെയാണ് കിട്ടുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഇതെല്ലാം ആക്ടിവിറ്റീസാണ്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ ആക്ടിവിറ്റീസ് ആണ് ആക്ച്വലി ഓർ ആക്ഷൻസ് ഓർ ബിഹേവിയർ. റീഡിങ് എന്ന് പറയുന്നത് അതാണല്ലോ.
റീഡിങ് ഒരു ഹാബിറ്റാണ്, ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന മാതിരി. അപ്പോൾ സോ എ ഹാബിറ്റ് ഈസ് എ ഡിഫൈൻഡ് ബിഹേവിയർ, ആക്ച്വലി ലേൺഡ് ബിഹേവിയർ ഓർ ആക്ഷൻ. ദാറ്റ്സ് ഈ സൈക്കോളജിക്കൽ മീനിങ്. ഓക്കെ, നമുക്ക് ഈ 12 എണ്ണത്തില് ഈ പറഞ്ഞ ടൈനി ഹാബിറ്റ്സിൽ നമ്മുടെ ഒരു ഡെയിലി ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഈ 12 എണ്ണത്തിനെ എങ്ങനെയാണ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പലരും ഈ പറഞ്ഞ ശാരീരിക മെച്ചത്തിന് വേണ്ടിയാണല്ലോ എക്സസൈസ് ചെയ്യുന്നത്. എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഗുണം മാത്രമേ ഉള്ളൂ. എക്സസൈസ് ചെയ്യണ്ടെന്ന് ആരും സജസ്റ്റ് ചെയ്യാറുമില്ല. ആരോഗ്യപരമായിട്ടോ മാനസികപരമായിട്ടോ ഒക്കെ ഉള്ള എന്തിലും നമ്മൾ ഒന്ന് മൂഡ് മാറിയാൽ തന്നെ ഒന്ന് പോയൊരു നടന്നാൽ തന്നെ ശരിക്കും നമുക്ക് മെൻ്റലി നമ്മുടെ മൂഡേ മാറും. അപ്പം അതുപോലത്തെ ഒരു കാര്യമാണ് എക്സസൈസ്. എക്സസൈസിൽ നമുക്ക് നമ്മുടെ ഒരു ഹാബിറ്റായി മാറിയാൽ ഗുണങ്ങൾ ഏറെയാണ്. ഈവൻ എ 20 minutes മൂവ് ദ നീഡിൽ, നമ്മുടെ ഒരു ക്ലോക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 20 മിനിറ്റ് പോലും നടക്കുന്നത് ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പം അത് എന്തിനു വേണ്ടിയാണ്? ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഡെവലപ്പിംഗ് വിസിബിൾ മസിൽസ്, ഇറ്റ് ഈസ് അബൌട്ട് ഷോയിങ് അപ്പ് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ് തിങ്. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന പലപ്പോഴും 5-pack ബോഡി എന്നൊക്കെ പറയാം, അത് ചെയ്യാൻ വേണ്ടിയല്ല ആക്ച്വലി ചെയ്യുന്നത്. ഈ നമ്മുടെ ശാരീരികമായിട്ടുള്ള സുഖത്തിനും മാനസികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഗുണത്തിനും വേണ്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ബോഡി ബിൽഡിംഗ് ഒരു ആക്ടിവിറ്റി ആയിട്ടല്ല കാണേണ്ടത്. ഈവനെ 20 minutes മൂവ് നീഡിൽ എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രേസാണ്. ഇതേമാതിരി നമുക്ക് അങ്ങനെ ഒന്ന് ഇപ്പം നടത്തം മാത്രമാണോ എന്നില്ല, എനി എക്സസൈസ് ഈവൻ 20 minutes വിൽ ഗീവ്, നമുക്ക് അത്രയും സമയം കിട്ടുന്നുള്ളൂ എങ്കിൽ അത് തന്നെ നമുക്ക് നമ്മുടെ ഒരു 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 ഡേ തുടങ്ങാനായിട്ട് ഒരു പക്ഷേ അതൊരു മൂവ് ആയിരിക്കും. കാര്യം എപ്പോഴും ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നടത്തം തന്നെ ഒരു ഫാസ്റ്റ് ഫോർവേഡ് ആക്ഷനാണല്ലോ. അപ്പം ഇത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് വളർന്നു കഴിഞ്ഞാൽ അതിനെ നമ്പർ 1 നമുക്ക് കണക്കാക്കി ഒരു ദിവസം തുടങ്ങാം. അടുത്തതാണ് വേറൊരു രണ്ടാമത്തെയാണ്. അപ്പോൾ ആദ്യത്തെ റൂള് ഞാൻ പറഞ്ഞ എക്സസൈസ് ആണ്. രണ്ടാമത്തെ റൂള് 2 minute റൂൾ എന്ന് പറയും. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടോ? മിക്കവാറും പേർക്ക് അറിയാം എന്താണ് 2 minute റൂൾ എന്നുള്ളത്. എന്താണ് 2 minute റൂൾ എന്ന് പറഞ്ഞാൽ, പ്രോക്രാസ്റ്റിനേറ്റിംഗ് ദ ടൈനി ടാസ്ക് കീപ്സ് ദം ഇൻ യുവർ ഹെഡ്. പ്രോക്രാസ്റ്റിനേറ്റിംഗ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യുക എന്നൊക്കെയാണ് പ്രോക്രാസ്റ്റിനേഷൻ. നമ്മൾ ഈവൻ ഒരു ചെറിയ കാര്യം പോലും നമ്മളൊന്ന് മാറ്റി വെച്ച ആക്ഷനെ നമ്മൾ മാറ്റി വെച്ചു, പക്ഷേ എങ്കിലും അത് നമ്മുടെ ഹെഡിലുണ്ടാവും, അല്ലാതെ നമ്മുടെ ബ്രെയിനിലുണ്ടാവും. ചെറിയ കാര്യമായിരിക്കാം, നമ്മളത് മാറ്റി വെച്ചു എങ്കിലും ഉണ്ടല്ലോ, അത് നമ്മളെ വിട്ടുപോകുന്നില്ല. റിമൈൻഡർ എപ്പോഴും നമ്മളെ ആ ചെറിയ കാര്യമാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യാതിരുന്ന കാരണം അത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇഫ് ഇറ്റ് ടേക്സ് ഓൺലി 2 minutes ഡു ഇറ്റ് നൗ. 2 മിനിറ്റ് ആ പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആക്ഷൻ ചെയ്യാനായിട്ട് 2 മിനിറ്റ് മതി. ഡു ഇറ്റ് നൗ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കംപ്ലീഷനായി. നമ്മൾ ആ 2 മിനിറ്റ് വേണ്ട കാര്യമാണ് മാറ്റി വെക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ആ കാര്യം പിന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പോലും പറ്റത്തില്ലായിരിക്കാം, തിരക്കുകളാകാം. ഇതാണ് 2 minute. ഈ 2 minute റൂള് പല ഈവൻ ഇൻഡസ്ട്രികളിൽ പോലും ഉപയോഗിക്കുന്ന റൂളാണ് ആക്ച്വലി പറഞ്ഞ 2 minute റൂള്. ഇറ്റ്സ് എ വെരി ഗുഡ് ടൂൾ. ലോട്ട് ഓഫ് പീപ്പിൾ ആക്ച്വലി പ്രാക്ടീസസ് 2 minute റൂൾ. ഇതാണ്. അപ്പോൾ ചെറിയ ഒരു കാര്യം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു അമ്പ് കയറിയ മാതിരി it will be, that tiny things will be chasing us. So if it takes only 2 minutes, do it now. So that is a 2 minute rule. മൂന്നാമത്തേതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവർ, നമുക്ക് കിട്ടിയതിനെ കുറിച്ച് മാത്രമാണ് എപ്പോഴും നമ്മൾ നന്ദി പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതാണ് മൂന്നാമത്തെ പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. List 3 things that you are thankful for each morning. It rewires your brain to spot opportunities instead of obstacles. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള 3 കാര്യം ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഉണ്ടാകുന്ന നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു തുടക്കമാണ് ആക്ച്വലി. ഇറ്റ് റീവേഴ്സ് യുവർ ബ്രെയിൻ ടു സ്പോട്ട് ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക്ഫുൾ ആയി തോന്നിയാൽ തന്നെ, ഉള്ളതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ തന്നെ
നമുക്ക് മറ്റ് പല വഴികളും നമ്മുടെ ബ്രെയിൻ തുറന്നു തരും. ഇൻസ്റ്റെഡ് ഓഫ് ഓബ്സ്റ്റക്കിൾ, നമുക്ക് തടസ്സങ്ങളെ കുറിച്ചായിരിക്കും ചിലപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു ആക്ച്വലി ഒരു കൺസേൺസ് ഒക്കെ ഉള്ളത്. ആ കാര്യം ചെയ്താൽ തുടങ്ങിയാൽ അത് സാധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി 3 കാര്യങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നല്ലൊരു മൈൻഡ് സെറ്റോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ യുവർ ബ്രെയിൻ വിൽ സ്പോട്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാണിച്ചു തരും കൃത്യമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ നമുക്ക് തരും ഇൻസ്റ്റെഡ് ഓഫ് ഓബ്സ്റ്റക്കിൾസ്. ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന ഗുണം. 4മത്തേതാണ് 4-7-8 ബ്രീത്തിങ് എന്ന് പറയും. ഈ 4-7-8 ബ്രീത്തിങ് ഇവിടെ നമ്മുടെ ആന്റണി സാറും നമ്മുടെ ഇവിടൊക്കെ നമ്മുടെ ഈ സബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഒരുപാട് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ക്ലാസ്സിൽ കൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് 4-7-8 ബ്രീത്തിങ്. എൻ്റെ 4മത്തെ പോയിന്റ് അതാണ് 4-7-8 ബ്രീത്തിങ്. എന്താണ് 4-7-8 ബ്രീത്തിങ്? ബ്രീത്ത് ഇൻ ഫോർ 4 seconds, hold for 7 seconds, and exhale for 8 seconds. അപ്പോൾ take a breath, inhale for 4 seconds, hold for 7 seconds, and exhale 8 seconds. Use it before meetings or whenever tension hits. ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള ടെൻഷൻ മാറ്റാൻ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആ കാര്യത്തിലുള്ള ഒരു എന്താണ് ഈ ഒരു ഇതൊക്കെ നമ്മുടെ പലതരത്തിലുള്ള ചിലപ്പം മെന്റലി വി വർ നോട്ട് പ്രിപ്പയർഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ആക്ച്വലി സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയില്ല, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. ഇത് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. It's a wonderful technique. 4-7-8 breathing is inhale for 4 seconds, hold it for 7 seconds, and exhale it out with 8 seconds. So this is a very soothing, technique. So that's why these are all tiny, very minute techniques. It will boost up your day. Okay. So this is called the 4-7-8 technique or breathing എന്ന് പറയാറുണ്ട്. എസ്പെഷ്യലി ഇത് മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നവർക്ക്, ബിഗ് മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരുപാട് ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ഈവൻ ഫോർ ഇന്റർവ്യൂസ് ഒക്കെ പോകുന്നവർക്ക്, സോ ദിസ് ബ്രീത്തിങ് 4-7-8 ടെക്നിക് ഈസ് എ വെരി ഹെൽപ്ഫുൾ ടെക്നിക് ഫോർ resilience and come back to a situation, your mood will be regenerated. Number 5, മീറ്റിംഗ് ബ്രേക്സ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ പലരും ഓൺലൈൻ സെഷനിൽ കൂടെയൊക്കെ മീറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ് ചെയ്യുന്നവരായിരിക്കും. ഞാനും ഏതാണ്ട് ആ രീതിയിലാണ് കുറേ കാലമായിട്ട് മീറ്റിങ്ങുകൾ ഓൺലൈനാണ്. ഐ വർക്ക് ഫ്രം മൈ ഹോം. അപ്പോൾ ഈ മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മീറ്റിംഗ് റിമൈൻഡറാണ്. ചിലപ്പോൾ നമ്മൾ എത്ര പ്രിപ്പയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അടുത്ത മീറ്റിങ്ങിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ മൈൻഡ് ശരിക്കും കിടക്കുന്ന ആ പഴയ മീറ്റിങ്ങിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിന് ഒരു ബ്രേക്ക് കിട്ടാനായിട്ട് ആണ് ദർ ഇസ് എ 5-minute ബ്രേക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് സബ്ജക്റ്റ് പോലും വ്യത്യാസമാകാം, ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും, സിറ്റുവേഷൻ വ്യത്യാസം ഉണ്ടാവും. സോ യു നീഡ് അറ്റ്ലീസ്റ്റ് 5-minute ഗ്യാപ്പ്. ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 5. സോ ബാക്ക് ടു ബാക്ക് മീറ്റിംഗ്സ് കിൽ പ്രൊഡക്ടിവിറ്റി. നമുക്ക് അതാ നേരത്തെ പറഞ്ഞത്, ഇരുന്നിരുന്ന് ചിലപ്പോൾ നമ്മളുടെ പലരും പറയാറുണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ വന്നതോടുകൂടി പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടെന്നൊക്കെ പറയെങ്കിലും, പക്ഷേ ഒരുപക്ഷെ ലോങ് അവേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് കിട്ടിയാൽ, യു ഡോണ്ട് നീഡ് എ ലോങ് ബ്രേക്ക്, അറ്റ്ലീസ്റ്റ് എ 5-minute ബ്രേക്ക് ഓർ എ ഗ്യാപ്പ്. ഇറ്റ്സ് നോട്ട് എ വേസ്റ്റഡ് ടൈം. ഒരു 5-minute ബ്രേക്ക് മതി. ദെൻ യു വിൽ കം ബാക്ക് ടു ദ സെയിം മോഡ്. സോ ദേ ആർ എസെൻഷ്യൽ ഫോർ റിക്കവറി പീരീഡ്സ്. അതാണ് നമ്മൾ തന്നെ ഒന്ന് റിക്കവർ ആവും. ഒരു 5 മിനിറ്റ് ഈവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും, ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു വണ്ടി ഒന്ന് സൈഡിൽ മാറ്റി ഒരു 5 മിനിറ്റ് ഒന്നും ചെയ്യാതെ ആ സീറ്റിൽ തന്നെ ഇരുന്നാൽ തന്നെ ദർ ഇസ് എ ചേഞ്ച്. മൈൻഡ് സെറ്റിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും. സോ 5 minutes break or gap is not a wasted time. Okay, that is the point number 5. ഈ പടത്തിൽ തന്നെ നോക്കിയാൽ അറിയാം, ഒരു മീറ്റിങ്ങിന്റെ കോലമാണ് ആക്ച്വലി. ആർഗ്യുമെന്റ് ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബ്ലെയിമിംഗ് ഉണ്ടാവും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലയൻറ്റ് നമ്മളെ ഒരു പക്ഷേ അത്യാവശ്യമായിട്ട് വേണ്ട രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഇത് പറയും. പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്റ്റ് മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഡിലേകൾ ഉണ്ടാവും. അപ്പോൾ ഈ 5 minutes ബ്രേക്ക് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ
നമ്മുടെ ഒരു തിരിച്ചുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു മീറ്റിങ്ങിൽ ഇപ്പോൾ ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് അത്. ഇപ്പോൾ ഈ മീറ്റിംഗ് തന്നെ വേണമെന്നില്ല. ഞാൻ ഉദാഹരണത്തിന് ഡ്രൈവിംഗ് പറഞ്ഞു. ചിലപ്പോൾ ഒരു പക്ഷേ പല കാര്യങ്ങളിലും ഈ 5 മിനിറ്റ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. 5 മിനിറ്റ് മതി. പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു നമുക്ക് ഒരു 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 നമ്മുടെ മെൻ്റലി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണത്. ദാറ്റ്സ് ഇനഫ് ആക്ച്വലി. നമ്പർ 6 സെക്കൻഡ് പോസ് എന്ന് പറയും ഈ റൂൾ. 6 സെക്കൻഡ്, യു നീഡ് ഓൺലി 6 സെക്കൻഡ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടൈറ്റിലും പറഞ്ഞിരുന്നത് ദീസ് ആർ ഓൾ ടൈനി ഹാബിറ്റ്സ്, ഇറ്റ് ഡസൻറ്റ് റിക്വയർ മച്ച് ടൈം. എന്താണ് 6 സെക്കൻഡ് പോസ്? ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ തന്നെ ഹീറ്റഡ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ കീപ്പിംഗ് സൈലൻസ് ഫോർ 6 seconds is a good technique. The space between stimulus and response is your power zone. The tiny pause prevents reactive decisions. Actually നമ്മളെല്ലാം പലപ്പോഴും ഈ റിയാക്ഷൻ ഒന്ന് കേട്ടതിൻ്റെ മറുപടി അല്ലെങ്കിൽ റിപ്ലൈ എന്ന് പറയുന്നത് പലപ്പോഴും റെസ്പോൺസിന് പകരം റിയാക്ഷൻ ആയി മാറുന്നത് ഈ 6 സെക്കൻഡ് ഒരു പോസ് ഇല്ല. ഒരു പോസ് ബട്ടൻ്റെ ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ചും നമ്മൾ ആർഗ്യുമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു കേൾക്കുന്നതിനാണല്ലോ നമ്മൾ റെസ്പോൺസ് പറയാനുള്ളത്. സോ ആ നമ്മൾ എന്ത് കേൾക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിയാക്ഷനൊക്കെ നമ്മളത് പെട്ടെന്ന് ഒരു റിയാക്ഷനിലേക്ക് പോകുന്നതിന് പകരം യു പ്രസ് ദ പോസ് ബട്ടൺ. പോസ് ബട്ടൺ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈവൻ നമ്മുടെ എല്ലാ റിമോട്ടിലും ഉണ്ട് പോസ് ബട്ടൺ. സോ ദിസ് ടൈനി പോസ് പ്രിവെൻറ്റ്സ് റിയാക്റ്റീവ് ഡിസിഷൻ. ഈവൻ നമ്മളുള്ള ഒരു ഡിസിഷനിൽ പോലും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണെങ്കിൽ പോലും യു ടേക്ക് എ 6 second pause, think, be in silence. So there is a big benefit. You will not jump into any conclusion. You will not argue with people. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലും ഇത് ബാധകമാണ്, നമ്മുടെ കുടുംബത്തിൽ തന്നെ. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ യു പ്രസ് ദി പോസ് ബട്ടൺ. ഭാര്യയോടാകാം, മക്കളോടാവാം, മാതാപിതാക്കളോടാകാം, സഹോദരങ്ങളോടാകാം. അപ്പോൾ ഈ പോസ് ബട്ടന് ഒരു വലിയ ഒരു ടൂളാണ്, ചെറിയതാണ്. 6 സെക്കൻഡ് ഒന്നും അനങ്ങാതിരുന്ന് വെച്ചാൽ മതി. യു വിൽ ക്രിയേറ്റ് എ ബിഗ് സൈലൻസ്. അപ്പുറത്തിരിക്കുന്ന ആൾ വേണം ഒരു പക്ഷേ ഒന്ന് സൈലൻ്റ് ആവും. ഇനി പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഈ 6 സെക്കൻഡ് മിനിമം വേണം. ഓക്കെ, ഇറ്റ്സ് എ വണ്ടർഫുൾ ടെക്നിക്സ്. ദിസ് കോൾ ദി 6 സെക്കൻഡ് പോസ് ടെക്നിക്. നമ്പർ 7 വാട്ടർ ഇൻടേക്ക്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഹാബിറ്റാണ് ആക്ച്വലി. വൈ? നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ 73%, എസ്പെഷ്യലി ബ്രെയിൻ 73% contains water. Our brain is 73% water. Even mild dehydration affects our decision making. അപ്പോൾ വെള്ളം, നമ്മുടെ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വെള്ളം ഇല്ലാതാവുന്ന അവസ്ഥയാണ്. ചെറിയ രീതിയിൽ പോലും ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശാരീരികമായ അസുഖങ്ങൾക്ക് ഒരു ശാരീരികമായി നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി. ഈവൻ ഇറ്റ് വിൽ അഫക്റ്റ് അവർ മൂഡ്, ഈവൻ അഫക്റ്റ് യുവർ ഡിസിഷൻ മേക്കിംഗ്. So whenever you feel that you need water, you feel dehydration, drink water. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇവിടെ സെഷൻ എടുത്തിട്ടുണ്ട്. എത്ര ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. വെള്ളം കുടിക്കുന്നത്, ദാഹം തോന്നുമ്പോൾ വെള്ളം കുടിക്കാം. നമ്മൾ ടയർഡാകുമ്പോൾ തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. അപ്പം തന്നെ നമുക്കുള്ള പ്രത്യേകിച്ച് ഒരു പുനർജീവനം പോലെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഉള്ള ഇതൊരു വലിയ ഒരു ഡിബേറ്റാണ്. ഒരാളിന്, ഒരു ഒരു ശരീരത്തിലേക്ക് വേണ്ട എത്ര ലിറ്റർ വെള്ളം വേണം. അപ്പം അങ്ങനെ ഒരുപാട് ഡിബേറ്റ് നടക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിൽ അത് ഡിപ്പെൻസ് ഓൺ ദ ബോഡി വെയിറ്റ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം അടുത്ത കാലത്തായിട്ട് പറയുന്നത് നമ്മുടെ യൂറിൻ്റെ കളർ നോക്കി വേണമെങ്കിൽ പോലും യു ക്യാൻ ഡിസൈഡ് ഹൗ മെനി ഗ്ലാസസ് ഓർ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ യു റിക്വയർഡ് ഇൻഡിവിജ്വലി. ഓക്കെ, അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത്, അതും വെള്ളം കുടിക്കുക എന്ന് പറയുന്നതും ഒരു ഹാബിറ്റ് തന്നെയാണ്. വൈ? നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. തന്നെയല്ല നമുക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ ഒരു ബോഡിയിലെ തന്നെ എന്തെല്ലാം ആക്ഷൻസ്, റിയാക്ഷൻസ്
ഈ ഇതില്ലാതെ നമ്മുടെ ഒരു ശാരീരിക പ്രവർത്തനങ്ങളും ഇൻക്ലൂഡിങ് ബ്ലഡ് എല്ലാം വെള്ളം വാട്ടർ റിലേറ്റഡ് പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഹാബിറ്റ്. പ്ലീസ് കീപ് ദിസ് ഹാബിറ്റ്. Drink sufficient water according to your weight, according to your not whenever you feel thirsty, drink water. അപ്പോൾ അതും ഒരു ഹാബിറ്റാണ്. ചിലർ മൊബൈലിലൊക്കെ അലാം സെറ്റ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, മറക്കാതിരിക്കാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് അതൊരു പ്രാക്ടീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഹെൽത്ത്. അവിടെ എല്ലാ ആക്ടിവിറ്റിക്കും വേണ്ടത് തന്നെയാണ് വാട്ടർ ഇൻടേക്ക്. ദാറ്റ് ഇസ് നമ്പർ 7. Number 8, sleep commitment. ആക്ച്വലി നമുക്ക് ഉറക്കം വേണം. ഇപ്പോൾ നമ്മൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെ പോലും ആക്ച്വലി നമ്മൾ അവരുടെ സ്ലീപ്പിനെ നമ്മൾ കൈകടത്താറുണ്ട്, അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യാറുണ്ട് അവർ. അപ്പോൾ അതൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. പർട്ടിക്കുലർലി ഇപ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും 8 മണിക്കൂറൊന്നും ഉറങ്ങാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. ചിലപ്പോൾ ഔദ്യോഗികമായിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് യാത്രകൾ കൊണ്ടായാലും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം നമ്മൾക്ക് കിട്ടേണ്ട ആ പർട്ടിക്കുലർ സ്ലീപ്പ് ആൻഡ് കംഫോർട്ടൊക്കെ വെച്ചുകൊണ്ട് യു ഹാവ് ടു ഹാവ് എ സ്ലീപ്പിംഗ് പാറ്റേൺ. സ്ലീപ്പ് ഡെഫിഷ്യൻസി ഈസ് നോട്ട് എ ബാഡ് ഓഫ് ഓൺ. നമുക്കത് ഒരിക്കലും അല്ല. പ്രയോറിറ്റൈസ് ക്വാളിറ്റി സ്ലീപ്പ് ടു ബി അറ്റ് യുവർ ബെസ്റ്റ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ കണക്കാക്കിയിട്ട് നമ്മുടെ സ്ലീപ്പിംഗ് പാറ്റേൺസോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഹാബിറ്റോ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. അതും ഒരു ഹാബിറ്റാണ്. കൃത്യമായി ഏർലി ടു ബെഡ് ഏർലി റൈസപ്പ് ഒക്കെ എന്ന് പറയുന്ന മാതിരി അത് ഹെൽത്തി ആണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് ഒരു പർട്ടിക്കുലർ ടൈമിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടാനും ഒക്കെ നല്ലതാണ്. ഒരേ സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങി ഒരേ സമയത്ത് തന്നെ ഉണരുന്നതൊക്കെ നല്ല ഹാബിറ്റ്സ് ആണെന്ന് പറയുന്നതും അതുകൊണ്ട്. അതും ചെറിയ ഹാബിറ്റാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. എല്ലാ ദിവസവും പറ്റണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ യുവർ ജോബ്, ഡിപ്പെൻസ് ഓൺ യുവർ ഡേ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. എങ്കിലും അത് സ്ഥിരമായിട്ട് നമുക്ക് അങ്ങനെ ഒരു പാറ്റേണിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. നമ്പർ 9, ഡെയിലി മെഡിറ്റേഷൻ. ഇത് എത്ര പേർക്ക് പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും അറിയാം. Number 9 is daily meditation. You need only 9 minutes. Okay? 9 minutes to reset your mental operating system. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ശരിക്കും കമ്പ്യൂട്ടറുമാതിരി തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മുടെ ബോഡിയും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ എ 9 minutes reset or restart with a meditation will help you. It is not about emptying your mind. It is about absorbing it. മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പല ടെക്നിക്കും ഉണ്ട്. അത് നമ്മൾ പല രീതിയിൽ നമ്മൾ പഠിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും മറ്റുള്ള അനേകം പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ്, ഉദാഹരണത്തിന് നമ്മുടെ ആൻ്റണി സാറിൻ്റെ ഗൈഡഡ് മെഡിറ്റേഷന് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ കൃത്യമായിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്സൊക്കെ ബൈ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 9 minutes to reset your mental operating system is a habit of a daily meditation. So keep this practice daily so that നമുക്ക് അതിൽ നിന്നുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് കൂടെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് യാതൊരു തർക്കവുമില്ല. ദാറ്റ് ഇസ് നമ്പർ 9. പ്രത്യേകിച്ചും ഈ ഗ്രൂപ്പ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർ അത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ ഒന്നും എനർജിയെക്കുറിച്ച്, എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. അപ്പോൾ മറ്റുള്ളവരുടെ നിന്നും നല്ല എനർജി കിട്ടിയാൽ മെഡിറ്റേഷൻ നമ്മൾ മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ചെയ്യുന്നതും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ എനി ഓഫ് ദ ഗ്രൂപ്പ് they will also teach you how to meditate and what are the practices for keeping this as a practice. That is number 9. Number 10, this is called the movement goal technique. What is this movement goal? 10,000 steps നമ്മൾ ദിവസവും നടക്കണമെന്നാണ് പറയുന്നത്. അതൊരു അലാമിംഗ് നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്പറാണോ? ചിലർ
ഇപ്പോൾ ഉള്ള എല്ലാ സ്മാർട്ട് വാച്ചുകൾക്ക് പോലെ കിട്ടിയിട്ടുണ്ടായാലും സെറ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ എത്ര സ്റ്റെപ്പ് നമ്മൾ ഒരു ദിവസം വെക്കുന്നുണ്ടെന്ന്. നടക്കാൻ പോകുന്നവരാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു 40 മിനിറ്റ്സ് ടു ഒരു 1 hour ഒക്കെ നടക്കുന്നവരാണെങ്കിൽ ഒരു മിനിമം സ്പീഡിലൊക്കെ പോയാൽ തന്നെ ഒരു 5,000 to 6,000 സ്റ്റെപ്സ് മെഷർ ചെയ്യാറുണ്ട് സ്മാർട്ട് വാച്ചിൽ. അത് കൂടാതെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള നടപ്പുകൾ. അപ്പോൾ 3 സ്റ്റെയർ കേസ് ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ അത് ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. 2 സ്റ്റെയർ കേസ് ഒക്കെ പോലും തീർച്ചയായിട്ടും കയറാം. അപ്പം നമ്മൾ ഒരു ദിവസം ആവറേജ് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിലൂടെ ഒക്കെ നോക്കിയാൽ 10,000 സ്റ്റെപ്സ് പെർ ഡേ ഇറ്റ്സ് പോസിബിൾ ആക്ച്വലി. എങ്ങനെയാണ് പോസിബിൾ ആകുന്ന? വോക്ക് വൈൽ യു ടേക്ക് ദ കോൾ. നമ്മൾ ചിലപ്പം ഒരു ഫോൺ കോളിലാണെങ്കിൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് വിൽ ഓൾസോ ഗീവ് യു സം അഡീഷണൽ സ്റ്റെപ്സ്. അപ്പോൾ ഇത് ഒരു ടാർഗറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ പോലും, അതുപോലെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് എടുക്കണം. എവറി അവർ മേ ബി യു വിൽ ഹാവ് ടു ടേക്ക് എ 5 to 10 minutes. അറ്റ്ലീസ്റ്റ് യു ഗെറ്റ് അപ്പ് ഫ്രം ദ ചെയർ, ടേക്ക് എ ഫ്യൂ സ്റ്റെപ്സ്. സോ ദിസ് വിൽ ഗീവ് ദ മൊബിലിറ്റി. നമ്മുടെ പോസ്റ്ററിനൊക്കെ പോലും നല്ലതാണ്. സോ number 10 is the movement goal. You should have a goal. How many steps? 10,000 steps per day. That's your goal. Okay. അപ്പോൾ അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് നടക്കാം, ഇങ്ങനെയൊക്കെ ഇത് അച്ചീവ് ചെയ്യാം. ഇത് ആക്ച്വലി ഇറ്റ്സ് ഓൾസോ ഫോർ ദി ഹെൽത്ത് റീസൺസ് ആൻഡ് ഓൾസോ ഫോർ മൂവ്മെന്റ് വിൽ ഗിവ് യു അനദർ മെന്റൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലത്തു നിന്നൊന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യും. സോ ദാറ്റ്സ് ദി ബെനിഫിറ്റ് ഓഫ് ദി മൂവ്മെന്റ്. സോ കീപ് മൂവിങ് ടൈം ടു ടൈം സോ ദാറ്റ് യു ആർ നോട്ട് സ്റ്റാഗ്നന്റ് അറ്റ് ദ സെയിം പ്ലേസ്. നമ്പർ 11, സ്കിൽ ബിൽഡിംഗ് എന്ന് പറയും. എന്താണ് സ്കിൽ ബിൽഡിംഗ്? 11 minutes ലേണിംഗ് ഇൻ എ ഡേ. അപ്പോൾ ഈ പോയിന്റ് നമ്പർ 11 അങ്ങനെയാണ് ഞാൻ ഇതിനെ എല്ലാ പോയിന്റിലും ഞാൻ ഒരു ടൈം കൊടുത്തിരിക്കുന്നത്. 11 minutes learning something new, at least a language, a skill, a concept. So compound interest works for knowledge too. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ദിവസം പഠിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പഠിക്കാനായിട്ട് എല്ലാം ഫിംഗർ ടിപ്സിലാണ്. നമുക്ക് ഏത് സ്കില്ല് വേണമെങ്കിലും, ഏതറിയാൻ വയ്യാത്ത കാര്യം വേണമെങ്കിലും നമുക്ക് പഠിക്കാം. അറ്റ്ലീസ്റ്റ് അതിന് ഒരു 11 minutes കൊണ്ട് പോലും പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ പോലും ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള സ്കിൽ പഠിക്കാനുള്ള ആപ്പുകളുണ്ട്. ഒരുപാട് ഓൺലൈൻ കോഴ്സസ് നടത്തുന്നവരുണ്ട്. സോ മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് അക്കോർഡിംഗ് ടു ദി നെസസിറ്റി. ഇപ്പോൾ എയുടെ കാലമൊക്കെ ആണെങ്കിൽ അപ്പം അതിൻ്റെ എയുടെ എന്തൊക്കെയാണ് സാധ്യതകൾ, അല്ലെങ്കിൽ നമുക്ക് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, സംതിങ് ന്യൂ, നമ്മൾ ഇതേവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇനി നമ്മുടെ വരുന്ന കാലഘട്ടത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂസ്. അത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിക്ക്, നമ്മുടെ ബ്രെയിൻ റീവയറൊക്കെ ചെയ്യാനായിട്ട്, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനും വളരെ നല്ലതാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഒക്കെ കൂടാനായിട്ട് ഇതുവരെ ചെയ്യാതിരുന്ന കാര്യം ചെയ്യാതിരുന്നിട്ട് പുതിയൊരു കാര്യം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂടി നമുക്ക് നല്ല ഒരു ഹെൽത്തി ഒരു മൈൻഡും കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടാതെ ഒരു കാര്യമെങ്കിലും പഠിക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ട് 11 minutes എന്നുള്ളതൊരു ചെറിയ കണക്കെന്ന് വെച്ചേ ഉള്ളൂ. You can spend according to your time, but make sure that you are learning every day. So this is number 11. So let us look at what is point number 12. It's a reading practice. ഇപ്പം ഈ വന്ന കാലത്ത് റീഡിങ് പ്രാക്ടീസ്, റീഡിങ് ഹാബിറ്റ് ഉള്ളവർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പലരും ഉണ്ട് സീരിയസ് ആയിട്ട് വായിക്കുന്ന ഒരു വായനാശീലമാണല്ലോ. വായനാശീലമുള്ള ഒരുപാട് പേരുണ്ട്. ഇടയ്ക്ക് ഇപ്പം കുറച്ച് പേർക്ക് ആ ഹാബിറ്റിലേക്ക് വരുന്നുണ്ട്. കാര്യം വായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബ്രെയിൻ ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ എത്ര TV കണ്ടാലും അല്ലെങ്കിൽ എത്ര മറ്റേ ഇലക്ട്രോണിക് മീഡിയ കണ്ടാലും ഒരു ബുക്ക് വായിക്കുക എന്ന് പറയുന്നത് പ്രത്യേക ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് റീഡിങ് ഹാബിറ്റ്, അതിനുവേണ്ടി ചെലവഴിക്കുന്ന പ്രാക്ടീസ്, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയം, ഇറ്റ്സ് എ വർത്ത് ടൈം. 12 pages daily is 24 books a year എന്നാണ് ഒരു കണക്ക് പറയുന്നത്. ഇറ്റ്സ് ആൻ ആവറേജ്
കണക്ക് അല്ലേ? 12 പേജ് ഡെയിലി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 24 ബുക്ക് ഒരു വർഷം വായിക്കാം. ആക്ച്വലി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ബിഗ് ലീഡേഴ്സ് അവരെല്ലാം നല്ല റീഡേഴ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാ ഒരുപാട് നല്ല റീഡിങ് ഹാബിറ്റ്സ് ഉള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു. സോ ദേ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ദേ റീഡ് എ ഫ്യൂ പേജസ് എവറി ഡേ. സോ മേക്ക് ഇറ്റ് നോൺ നെഗോഷ്യബിൾ. നമുക്ക് അത് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് ഉള്ള സമയത്തിനുള്ളിൽ അപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഈ പറഞ്ഞ പോലെ 12 പേജ് എങ്കിലും മിനിമം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഹാബിറ്റാണ്. അപ്പോൾ 1 മുതൽ 12 വരെ 12 നമ്പറിൽ പറഞ്ഞ ഈ ടൈനി ഹാബിറ്റ്സ് എല്ലാം ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നമ്മൾ അതിനെ ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് quickly recap for you. What was the number one exercise session? That was number 1. Number 2 is a 2-minute rule. ഞാൻ പറഞ്ഞു, if it takes only 2 minutes, do it now. Number 3 things you are grateful for. 3 നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യങ്ങൾ, list it out 3 things you are grateful for. 4-7-8 breathing. That's number 4. Number 5 is 5 minutes break between meetings or between anything you are engaged with. Number 6-second pause. Very powerful, tool, even in house, in job. So whatever activity, apply this pause button. So number 1, is a very powerful tool. Number 7 glasses of water maybe. As I said, it depends people to people. Number 8 hours of sleep minimum. Number 9 minutes of meditation. Number 10,000 steps possible. Number 11 minutes of skill building. എല്ലാ ദിവസവും 11 മിനിറ്റ് നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടി 11 മിനിറ്റ് ചെലവഴിക്കുക. Number 12 pages of a book. Read every day 12 pages. In a year you will be reading 24 books per year. So this is the 12 steps we were talking about. I hope you must have listened it, and you can we'll have a discussion on this one. Thank you very much for watching me or patiently listening me for this topic. നാളെ മുതൽ ഇതുവരെ ചെയ്യാതിരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, so which one is you are going to choose? Maybe you will be doing all this 12 numbers. You may not be doing some of this, but make sure that you will start something you are missing. Tiny habits. So this is the reminder. അത് വേണ്ട. നമ്മൾ ഈ ജീവിതം തന്നെ നമുക്ക് അഴിച്ചു പണിയണമെന്നൊന്നുമില്ല. നമുക്ക് otherwise also will get the results. Start with just one habit. നമുക്ക് ഒരു ഹാബിറ്റ് മതി. സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ബി കൺസിസ്റ്റന്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വി ഹാവ് ടു ഡു ഇറ്റ് എവറി ഡേ ഓർ കൺസിസ്റ്റൻ്റ്ലി വാച്ച് വാട്ട് ഹാപ്പൻസ്. അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമ്മൾ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. ദാറ്റ് റിസൾട്ട് വിൽ ഇറ്റ് വിൽ കം. റിസൾട്ട് വിൽ ഫോളോ യു. ദിസ് ഈസ് the reminder, the last reminder. Every time you complete a habit, say nailed it. You can be proud of that, that habit. ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് എടുത്തു കഴിഞ്ഞാൽ you can say I did it. ഒരു nailed it എന്ന് പറയുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ തന്നെ self appreciate you. Or do a fist pump, like a victorious man, you can do that. Small rewards rewire the brain to craft the habit. അതാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ അഗൈൻ എ ബ്രെയിൻ ആക്ടിവിറ്റി. സോ ദീസ് ആർ ദി റിമൈൻഡേഴ്സ് അബൌട്ട് ദി പവർഫുൾ 12 tiny habits we can think of, and we have to make sure that we are developing as a habit again, so which will give you a good number of benefits mentally, physically, in every way.
So this is a result. You will be confident, you will be successful, will have the creativity, and that will take you the fulfillment of your life. അപ്പൊ ഞാൻ ഈ ട്രീ ഇവിടെ കാണിച്ചത്, ഇത് നല്ല ഹാബിറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് the roots of a tree. It will be holding on the ground, so that will sustain forever with the fruitful, benefits. So this is the end of this session. Thank you very much again for listening me with your patience. Thank you very much. Over to you, Sabu sir. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായൊരു സെഷൻ. സാർ 12 കാര്യങ്ങൾ സിംബോളിക്കായിട്ട് അതിൻ്റെ ആ സീക്വൻസിൽ കാണിച്ചു. ഇതിലേതാണ് നമ്മൾ ചെയ്യാത്തത് എന്നുള്ളതാണ് അല്ലേ. ഇതെല്ലാം ഹാബിറ്റ്സാണ്, ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹാബിച്വലായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ എക്സസൈസിൻ്റെ കാര്യം, ഒരു എക്സസൈസ് ഡെഫിനറ്റ്ലി അല്ലേ, നമുക്ക് നടക്കാതിരിക്കാൻ പറ്റത്തില്ല. സോ ഷുഡ്, പക്ഷെ അത് കോൺഷ്യസ് ആണോ അല്ലേ, മൈൻഡ്ഫുൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മിക്കവാറും അത് മൈൻഡ്ഫുൾ അല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒത്തിരി നടക്കുന്നുണ്ട്. കിലോമീറ്ററോളം ഒരു ദിവസം നടക്കുന്നുണ്ടെങ്കിൽ അത് മൈൻഡ്ഫുൾ ആയിട്ടല്ല, വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു. പിന്നെ സാർ ഒരു 2 മിനിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, 2 മിനിറ്റ്സ് റൂൾ. അപ്പോൾ 3 തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ. ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും നല്ല ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റിട്ട് 3 പേർക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാറുണ്ടോ? പോട്ടെ, ഒരു ഹെൽപ്പ് തന്നാൽ കൊടുക്കാറുണ്ടോ? അതൊക്കെ വലിയൊരു ചോദ്യമാണ്. ഒന്നുള്ള റീതിങ്ക് ചെയ്യാനുള്ളത് വലിയ അവസരമാണ്. 4-7-8 ബ്രീത്തിങ് ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം 4 ഓക്കെ, 7-ഉം 8-ഉം ഒക്കെ കോൺഷ്യസ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ 5 മിനിറ്റ്സ് ബ്രേക്സ് അത് സംഭവിക്കാറുണ്ടെന്ന് വിചാരിക്കാം. 6 സെക്കൻഡ് പോസ്, ഏറ്റവും നല്ല രക്ഷപ്പെടാനുള്ള മാർഗം പോസാണ്. അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ. 7 ഗ്ലാസ് ഓഫ് വാട്ടർ ഒരിക്കലും കുടിക്കാറില്ല. എപ്പോഴും നമ്മൾ വാട്ടർ സ്കേഴ്സിറ്റിയാണ് ഈ ചൂടുകാലത്ത് പോലും അല്ലേ. വെള്ളം മുമ്പിൽ കൊണ്ട് വെച്ചാൽ പോലും കുടിക്കാത്ത ഒരു കൾച്ചറാണ് നമുക്കുള്ളത്. ദെൻ 8 hours ഓഫ് സ്ലീപ്പ്, അതും ഒട്ടും ശരിയാവും തോന്നുന്നില്ല. അത്രയും ഒന്നുകിൽ 8-ന് താഴെ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും. 9 മിനിറ്റ്സ് ഓഫ് മെഡിറ്റേഷനൊക്കെ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നവരുള്ളൂ എന്ന് വേണം ചിന്തിക്കാൻ. 10,000 സ്റ്റെപ്സ് ഒരിക്കലും ഇല്ല. ദെൻ 11 മിനിറ്റ്സ് ഓഫ് സ്കിൽ ബിൽഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് 11 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ടോ? ഓക്കെ, അത് സാറിൻ്റെ പുതിയൊരു കാഴ്ചപ്പാടിൽ കൂടെ നമുക്ക് ശ്രദ്ധിക്കണം. ദെൻ 12 പേജസ് ഓഫ് എ ബുക്ക്, അതൊരു ഗിഫ്റ്റ് തന്നെയാണ്. കാരണം 12 പേജ് ഒരു ദിവസം വായിക്കുക എന്ന് വെച്ചാൽ റിയലി വണ്ടർഫുൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വളരെ കൃത്യതയോടെ ഈ 12 കാര്യങ്ങളെക്കുറിച്ചും അനലൈസ് ചെയ്യണം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരു റിവ്യൂ ഉണ്ടാവും. അടുത്ത ആഴ്ചത്തെ റിവ്യൂവിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കും അത് കോൺഷ്യസ് ആയിട്ട് പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു മനോജ് സാർ, വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. ആരാ പറയുന്നത്? റോയ് സാർ അല്ലെങ്കിൽ സായൻ സാർ? ആര് പറയും? സായൻ സാർ പറയും. സാറേ പറയട്ടെ സാറേ, പറയാമല്ലോ? സാർ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, വളരെ നല്ലൊരു സെഷനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഹാബിറ്റ്സ്. അവർ ലൈഫ് ഈസ് ദ റിസൾട്ട് ഓഫ് അവർ ഡെയിലി ഹാബിറ്റ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ശീലങ്ങളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ശീലങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അബ്ദുൽ കലാം പറഞ്ഞതാണ് ശീലത്തെക്കുറിച്ച്. APJ അബ്ദുൽ കലാം പറഞ്ഞത് ഇങ്ങനെയാണ്: യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ആൻഡ് ഡെഫിനറ്റ്ലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നമുക്ക് ഭാവിയെ മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ശീലങ്ങളെ മാറ്റാം. ആ ശീലങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റും എന്നാണ്. അപ്പോൾ ശീലങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. സാർ ഈ പറഞ്ഞ 12 ശീലങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിന് പ്രയാസമുള്ള ശീലങ്ങളല്ല, വളരെ എളുപ്പമാണ്. പക്ഷെ അതൊരു ചിട്ടയിൽ കൂടെ മാത്രമേ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ശീലം എന്ന് പറയുന്നത്, എൻ്റെ വ്യക്തിപരമായ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടായിട്ടുള്ള ഒരു ശീലമാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസ്. പലരും അത് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടാണ്. നമ്മുടെ ഉള്ളിൽ കരുതാവുന്ന ഏറ്റവും ശക്തമായ ഒരു വികാരമാണ് നന്ദി എന്നുള്ള വികാരം. ഇന്ന് നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ 2 രീതിയിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. ലഭിച്ച അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവര്,
അതുപോലെ മറ്റൊരു കൂട്ടരുണ്ട് എന്തിനേയും കുറ്റപ്പെടുത്തി നടക്കുന്നവര്, സദാ പിറുപിറുപ്പുമായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുമായിട്ട് നടക്കുന്ന ആൾക്കാർ. അപ്പൊ നന്ദി നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സാറ് പറഞ്ഞതുപോലെ ഒരു ദിവസം 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതേണ്ടത്, ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുതേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ നന്ദി കൂടുതൽ പ്രകടിപ്പിക്കും തോറും പരാതി പറയാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയിൽ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു ചെറിയ സംശയം മാത്രം ഞാൻ ഈ അവസരത്തിൽ ചോദിച്ചോട്ടെ. പല രീതിയിൽ പറയാറുണ്ട്, ഒരു പ്രവൃത്തി തുടർച്ചയായിട്ട് 14 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആവാറുണ്ടെന്ന് പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് 22 ദിവസമാണെന്ന് പറയാറുണ്ട്. ചിലർ പറയും അത് 90 ദിവസമാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇതിലേതാണ് കറക്റ്റ്? ഇനി എത്ര ദിവസം നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ ശീലമായിട്ട് മാറും എന്നുള്ള കാര്യം അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ. ഓക്കെ സാർ, താങ്ക്സ്. 21 ദിവസം. 21 ഓക്കെ ഓക്കെ ഓക്കെ. അതെ സാറ്, നമ്മള് സാജൻ സാർ ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ആദ്യമായിട്ട് സാർ റിവ്യൂ പറയുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടും വേറൊരു പ്ലാറ്റ്ഫോമിൽ സ്ഥിരമായിട്ട് കാണാറുള്ളവരും അവിടെ സാറിനെ കാണാറുമുണ്ട്. താങ്ക് യു സാർ. സാറിന്റെ അഡീഷൻസ് ആയിട്ട് പറഞ്ഞ പോയിന്റുകളൊക്കെ വാലിഡ് ആണ്. സാറ് മൈൻഡ് പ്ലസിലുള്ളതല്ലേ? അതെ 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 റൈറ്റ്. താങ്ക് യു സാർ. അപ്പോൾ ശരിക്കും 21 ദിവസം നമ്മൾ വിചാരിക്കേണ്ട, സബ്ജക്റ്റീവ് ആണ്, വ്യക്തിപരമായിട്ട് അത് മാറും. അപ്പൊ അതുകൊണ്ട് 21 90 ഒന്നുമില്ല. നമ്മൾ ആ ശീലം നല്ലതാണെങ്കിൽ അത് കൂടെ കൊണ്ടു നടന്നുള്ളൂ, അത് നമ്മുടെ പാർട്ടായി മാറും. ഓക്കെ, റോയ് സാർ. സാറ് പറഞ്ഞ ഈ 12 പവർഫുൾ ഡെയിലി ഹാബിറ്റ്സ് ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള ഹാബിറ്റ്സുകളല്ല. പക്ഷേ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നമ്മളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാറ് പറഞ്ഞതിൽ ഒരു കാര്യം, അതായത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, 6 സെക്കൻഡ് പീസ് പോസ് പ്രിവെൻസ് ഡിസിഷൻ റിയാക്ഷൻസ്. ശരിയാണ്. വൈകാരികമായി നമ്മുടെ ജീവിതത്തിലെ സംസാരത്തിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിന് ഈ പോസ് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം ദേഷ്യപ്പെട്ട് നമ്മളെ വൈകാരികമായി പ്രൊവോക്ക് ചെയ്യുന്ന ഒരു വർത്തമാനം പറയുമ്പോൾ ഉടൻ തന്നെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ആശയം ഉൾക്കൊണ്ട് നമ്മൾ പ്രതികരിക്കാറുണ്ട്. അപ്പൊ അവിടെ ഒരു പോസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കതനുസരിച്ചുള്ള ഒരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ്, സാജൻ സാർ പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ എൻജോയ്മെന്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓട്ടോ പിടിച്ച് പോവുക, വീട്ടിലേക്ക് വരികയാണെന്ന് വയ്ക്കുക, അവിടെ ഇറങ്ങി കഴിയുമ്പോൾ ഒരു നന്ദി അവനോട് പറഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് വലിയ ഒരു ഇതാണ് സക്സസ് ചെയ്യുന്നത്. വളരെ. പിന്നെ സാറ് പറഞ്ഞു എക്സസൈസ് സെക്ഷൻ 20 മിനിറ്റ്സ് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് വേറെ പോകേണ്ട കാര്യം അഡീഷണൽ വരുന്നു. സാറ് പറഞ്ഞല്ലോ ഒരു 10,000 സ്റ്റെപ്പ് എടുക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ അത് എക്സസൈസിൽ തന്നെ അത് രക്ഷപ്പെട്ടു പോകില്ലേ എന്ന് എൻ്റെ ഒരു സംശയം. രാവിലെ നടക്കാനായിട്ട് പോവുക, 20 മിനിറ്റ്സ് വാക്ക് എക്സസൈസിൽ പെടുത്താവുന്നതല്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത് നടപ്പിൻ്റെ കാര്യങ്ങളില്ല. പിന്നെ സാർ പ്രത്യേകം എടുത്തു പറഞ്ഞു, ടെലിഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഒന്ന് സംസാരിക്കുക, ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞ ഭാഗം വളരെ കറക്റ്റാണ്. അപ്പോൾ സാർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മളത് ഇൻവോൾവ് ആവാൻ നമുക്ക് പറ്റുന്ന കാര്യമാണ് എന്നറിയാം. പക്ഷേ അത് ഇപ്പോൾ ഈ സ്ലീപ്പിൻ്റെ കാര്യവും മറ്റതൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു കറക്റ്റ് ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യാനും എഴുന്നേക്കാനും ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഈ മൊബൈലും ഈ ഓൺലൈൻ ഇതൊക്കെ വന്നപ്പോൾ വളരെയധികം ഇതാണ്. അപ്പോൾ നമുക്ക് അതിലൊന്നെങ്ങാൻ കിടക്കുന്ന സമയത്തിന് മുമ്പ് അതിലെങ്ങാൻ തൊട്ടുപോയാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. അപ്പോൾ ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. എനിവേ, ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും അത് മറ്റ് നമ്മുടെ കുട്ടികളെയൊക്കെ ഈ ഇതിൽ നിന്ന് തയ്യാറാക്കി എടുത്താൽ
വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവര് വലിയ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് പറയാനിരിക്കുന്നു. ഏതായാലും പിന്നെ ഈ ബ്രീത്തിങ്ങിന്റെ കാര്യം അത് സാർ പറഞ്ഞു. ബ്രീത്തിങ്ങിനെ കുറിച്ച് ഈയിടെ 1-2 ക്ലാസ്സുകളൊക്കെ കേട്ടു ഈയിടെ. അപ്പോൾ ഇത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്രീത്തിങ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന കൂട്ടത്തിൽ സാറ് പറഞ്ഞ ഈ കാര്യത്തിന് കുറേ കൂടി ഗൗരവമുണ്ട്. നമ്മൾ ശ്വാസം നിന്ന് പോയാൽ ജീവിതം മനുഷ്യൻ ഇതാവും. അത് ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെ നമ്മൾ തന്നെ എടുത്ത് നമ്മുടെ ഒരു ഹാബിറ്റ് ആക്കുക എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്കൊരു അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നു എന്നറിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഓക്കെ. എനിവേ, ഈ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്ത് നമ്മളെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ മനോജ് കുമാർ സാറിന് ഒത്തിരി അഭിനന്ദനം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അബ്ദുൾ റഷീദ്. നമസ്കാരം, കേൾക്കാമോ സാർ? കേൾക്കാം. യെസ് മനോജ് സാർ, എനിക്ക് അവസാന സമയത്താണ് കേൾക്കാൻ പറ്റിയത്. നഷ്ടമായി തോന്നി. ഞാനത് റെക്കോർഡിംഗ് കേട്ട് അടുത്ത റിവ്യൂവിൽ ചേരാം. എന്തായാലും കണ്ടതിൽ സന്തോഷം. തൊട്ട് മുമ്പേ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു പ്ലാറ്റ്ഫോമിലും സാറെ കണ്ടിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ശ്രീകുമാരി മാം തിരക്കിലാണോ? സാർ 12 തിങ്സിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു. വളരെ ഉപയോഗപ്രദമായിട്ടുള്ളതാണ്. ഹാബിറ്റ് തുടർച്ചയായി കൊണ്ടു നടക്കാൻ പറ്റുന്നത്. ടൈനി ഹാബിറ്റ്സ് എങ്ങനെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് പഠിച്ചത്. ആദ്യത്തേത് എന്താണ്? 20 minutes മൂവ്സ്. അത് നേരത്തെ ഇൻട്രൊഡക്ഷനായി പറഞ്ഞു. 2 minutes റൂൾ. ഇതെന്ന് വെച്ചാല് പ്രോക്കാസ്റ്റിനേറ്റിംഗ് ഇല്ലാതെ, മാറ്റിവെക്കാതെ നാം 2 മിനിറ്റാണുള്ള ജോലിയാണെങ്കിലും അത് ചെയ്താൽ അത് ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ബ്രെയിൻ റീവയറിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പ്രോക്കാസ്റ്റിനേഷൻ. മാറ്റിവെക്കാതെ ചെയ്യുക. അടുത്ത ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ലിസ്റ്റ് 3 things. അപ്പൊ നാം 3 things ലിസ്റ്റ് ചെയ്ത് യു ആർ താങ്ക്ഫുൾ ഫോർ ഇറ്റ്. ഈ എല്ലാ ഗ്രാറ്റിറ്റ്യൂഡ് താങ്ക് യു എന്ന് നമുക്ക് പറയുമ്പോൾ അത് നമുക്ക് ബ്രെയിനിന് നല്ല വളർച്ചയുണ്ടാകും. നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. നമുക്ക് താങ്ക്സ് പറയുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 4-മത്തത് എനിക്ക് അത്ര മനസ്സിലായില്ല. 4-7-8 ബ്രീത്തിങ് എക്സർസൈസ്. അതെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. 4-7-8 ബ്രീത്തിങ്. സാർ ഒന്ന് പറയൂ. അത് ഞാൻ ബാക്കിയും കൂടെ പറയാം സാർ. ടെൻഷൻ മാറ്റാനുള്ള മെന്റൽ മാറ്റാനുള്ള ഒരു മിനി എക്സർസൈസ് ആണ്. അടുത്ത മീറ്റിംഗ് ബ്രേക്ക്. 5 മിനിറ്റ് ഇടയ്ക്ക് മീറ്റിംഗിലൊക്കെ വരുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് 5 മിനിറ്റ്. അങ്ങനെ അടുത്ത 6th സെക്കൻഡ് പാസ്. ദി സ്പേസ് ബിറ്റ്വീൻ സ്റ്റിമുലേറ്റ്സ് ആൻഡ് റെസ്പോൺസ് ഈസ് യുവർ പവർ സോൺ. ടൈനി പാസ്. പെട്ടെന്ന് നമുക്ക് റിയാക്ഷനിലേക്ക് പോകാതെ ഇരിക്കുന്നതിന് പകരം 6 സെക്കൻഡ് മിണ്ടാതെ മൗനമായിരിക്കുക. അതാണ് മനസ്സിലാക്കിയത്. പിന്നെ വാട്ടർ, 7 ഗ്ലാസ് വാട്ടർ. ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഒരു പാത്രത്തിൽ എന്ന് വെച്ചാല് നമ്മുടെ വെയിറ്റ് അനുസരിച്ചാണ് വെള്ളം. ഒരു 80 കിലോ 20 കിലോ വെയിറ്റ് ഉള്ളവർക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അതനുസരിച്ച് നമുക്ക് കുടിക്കാൻ പറ്റില്ല. എങ്കിലും ഏകദേശമൊക്കെ വെള്ളം നമുക്ക് കുടിക്കാം കണക്കനുസരിച്ചില്ലെങ്കിൽ. പിന്നെ സ്ലീപ്പിംഗ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് 8 മണിക്കൂർ. 8 മണിക്കൂർ നമുക്ക് ഉറങ്ങുന്നത് നല്ലതാണ്. ഡയബറ്റിക് ഒക്കെ ഉള്ള പേഷ്യന്റിന് കൂടുതലും അസുഖം കൂടാനുള്ള കാരണം ഉറക്കമില്ലായ്മയാണ്. ഉറക്കം തന്നെ. പിന്നെ ഡെയിലി മെഡിറ്റേഷൻ. അത് നല്ല ഒരു ആരോഗ്യത്തിന് ലക്ഷണമാണ്. നമ്മുടെ ആരോഗ്യം ബുദ്ധി വികാസത്തിനും ഒക്കെ നല്ല ഇതാണ് ഡെയിലി മെഡിറ്റേഷൻ. നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് വൈവയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ
കുറേ സമയം മെഡിറ്റേഷൻ ചെയ്യും. 10 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെയൊക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ മൂവ്മെന്റ് 10,000 സ്റ്റെപ്സ്. 10,000 സ്റ്റെപ്സ് ഒക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റും. നമുക്ക് മുട്ടുവേദനയുള്ളവർ കയറരുതെന്നാണ് പറഞ്ഞത്. സ്റ്റെപ്പ് കയറാൻ പാടില്ല. അത് കയറണമെന്നല്ല. സ്കിൽ ബിൽഡിങ്, 11 മിനിറ്റ്സ് ലേണിംഗ്, പുതിയ കാര്യങ്ങൾ 11 മിനിറ്റ് പുതിയ കാര്യങ്ങൾ, ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കുക. അത് നല്ല കാര്യം തന്നെ. പിന്നെ റീഡിങ് പ്രാക്ടീസ്, ബ്രെയിൻ ആക്ടിവിറ്റിക്ക് നല്ലതാണ്. റീഡ് ചെയ്യും. നമ്മളിപ്പോ ഉറങ്ങാൻ സമയത്ത് ഉറക്കമില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാണ് റീഡിങ്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഉറക്കം. അല്ല, റീഡിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ 12 പേജസ് ഒരു ദിവസം വായിക്കണമെന്നാണ് സാർ പറഞ്ഞിട്ട്. അങ്ങനെ 24 ബുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് 12 പേജസ് നമുക്ക് വായിക്കാം. വേണമെന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അത് നല്ലതാണ്. അങ്ങനെ 12 കാര്യങ്ങൾ സാർ പഠിപ്പിച്ചിരുന്നു. നല്ല കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ലതാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവുക തന്നെ ചെയ്യും. അല്ല സാർ, താങ്ക് യു സാർ. സ്മാൾ ചേഞ്ചസ് can improve our health. Rewires. Small changes rewires our brain activities. അഞ്ചെണ്ണം: കോൺഫിഡൻസ്, സക്സസ്, ക്രിയേറ്റിവിറ്റി, ഫുൾഫിൽമെന്റ്. അപ്പം ഇത്രയൊക്കെ ഉണ്ടാവും എന്ന്. നല്ല ക്ലാസ്. ഞാൻ കുറേ ദിവസം അറ്റൻഡ് ചെയ്തിട്ടിടം പോവുമായിരുന്നു. ഇന്ന് തുടക്കത്തിൽ തന്നെ അതെനിക്ക് നല്ലതാണെന്ന് തോന്നി. അവസാനം വരെ. താങ്ക് യു സർ. സാർ, ആ ബ്രീത്തിങ്ങിന്റെ കൂടെ ഒന്ന് പറഞ്ഞേക്കൂ. 4-7-8 ബ്രീത്തിങ്. സാർ, 4 ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ കൊള്ളാം. 4-7-8 ബ്രീത്തിങ് അല്ല, ലാസ്റ്റ് അഡ്മിറ്റ് ചെയ്യും. മനോജ് സാർ അഡ്മിറ്റ് ചെയ്യും. മനോജ് സാർ അഡ്മിറ്റ് ചെയ്യും. 4-7-8 ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ മാഡം 4 സെക്കൻഡ്സ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് നമ്മളത് ഹോൾഡ് ചെയ്യണം, 8 സെക്കൻഡ് കൊണ്ട് അത് എക്സൈൽ ചെയ്യണം. അതാണ് 4-7-8 സൈക്കിൾ എന്ന് പറയും. നമ്മളത് ഒരു ബ്രീത്തിങ് ടെക്നിക്കാണത്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ 4 സെക്കൻഡ്സ് ഉപയോഗിക്കുന്നു. അതൊരു 7 സെക്കൻഡിലേക്ക് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അത് 8 സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ എക്സൈൽ ചെയ്യുന്നത്. അതിനാണ് 4-7-8 ടെക്നിക്ക്, ബ്രീത്തിങ് ടെക്നിക്ക്. അതെ, നമ്മുടെ ആന്റണി സാറൊക്കെ 7 സെക്കൻഡ് ഹോൾഡ്, 8 സെക്കൻഡ് എക്സൈൽ. ഓക്കെ. ഇനി ആരോടെ? ഷീല മാം, ഉഷ മാം, ആരൊക്കെ പറയൂ? ആൻഡ്രൂ സാർ, സ്നേഹലത മാം. യെസ്. വേറെ ആർക്കെങ്കിലും? ഷീല മാം. സാറേ നമസ്കാരം. മനോജ് സാർ, സാബു സാർ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകി ക്ലാസ്സിൽ കയറാൻ കുറച്ച് വൈകി. പക്ഷെ ഇപ്പോ നമ്മുടെ ശ്രീകുമാരി മാം പറഞ്ഞു വന്നപ്പോ എല്ലാ പോയിന്റും കിട്ടി. പിന്നെ ഇത് എനിക്ക് വേണ്ടി കയറാതിരുന്നെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോയനെ സാർ. കാരണം എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സെഷനാണ് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇത് എല്ലാം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഇതില് പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്ന് റെഗുലർ അല്ല എന്നുള്ളതാണ്. അത് കൊണ്ടുവരാനായിട്ട് സാർ ഒരു 13ാമത്തെ ഒരു അടവും കൂടെ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതില് വടിയെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അല്ലേ സാറേ? ഇത് അല്ല, അതിന് ഞാൻ വഴി പറഞ്ഞിരുന്നു. അത് ഒരെണ്ണം ശരിയായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താച്ചാൽ മതി. ബാക്കി 12എണ്ണവും 11എണ്ണവും താനേ വരും. ഒരെണ്ണം നമ്മൾ ദിവസം ഒരെണ്ണത്തിൽ മാത്രം ആദ്യം പിടിച്ചാൽ മതി, ബാക്കിയൊക്കെ താനേ വന്നോളൂ. അതെ അതെ. അതില് സാറേ വാട്ടർ ഇൻടേക്ക് ആണ് എനിക്ക്. പിന്നെ ഒരു എന്തും അപ്പൊ ശ്രീകുമാരി മാം പറഞ്ഞു ഈ 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന്. അങ്ങനെ ഒരു ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടോ? അതെ അതെ. അതാണ് ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് തന്നെ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് സാറേ. ഞാൻ പഠിച്ചതാണ് 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം. അതെ, നമ്മുടെ ശരിക്കും വാട്ടർ ഇൻടേക്ക് നമ്മുടെ ബോഡി വെയിറ്റുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ട്. മറ്റൊരു തമ്പ് റൂൾ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു പണ്ട്
7 ഗ്ലാസ് 8 ഗ്ലാസ് 10 ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അതൊരു റൂളാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു മിനിമം തമ്പ് റൂള് പറയാൻ. പക്ഷേ പിന്നെ അതിനെക്കുറിച്ചൊക്കെ ഉള്ള പല പഠനങ്ങളും ഒക്കെ മാറിയിട്ട് അത് ഒരു പക്ഷേ വേണ്ടി വരില്ല. പക്ഷേ എഗെയിൻ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കണം. 73% ഓൺലി ബ്രെയിനിൽ മാത്രം നമ്മുടെ വാട്ടർ കണ്ടന്റ് ആണ്. അപ്പം അതിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന ശരിക്കും ആദ്യം എഫക്ട് ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ തന്നെയാണ്. ശരിയാണ്. ഓക്കെ. അപ്പൊ അത് കാരണമാണ് നമ്മൾ വെള്ളം കുടിക്കണം എന്ന് പറയുന്നതിൻ്റെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒന്ന് ഹൈഡ്രേഷൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓഫ് കോഴ്സ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് തന്നെയാണ് നമ്മുടെ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. യൂറിന് വേണ്ടത് ഒരു ലൈറ്റിഷ് യെല്ലോ കളർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത് നോക്കിയിട്ടും വെള്ളം കുടിക്കാമെന്നും പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ എ ഗുഡ് പ്രാക്ടീസ്. ഓക്കെ. അപ്പോൾ മിനിമം ഈ പറഞ്ഞ നമ്മുടെ നമുക്കറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നുമ്പോഴേ നമ്മുടെ ബോഡി തന്നെ അറിയാതെ ഒരു സിഗ്നൽ തരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിഗർ ഉണ്ട് ഒരു ബോഡിയുടെ മെക്കാനിസത്തിൽ. തീർച്ചയായിട്ടും ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യണം. അപ്പം അന്നേരം നല്ലപോലെ വെള്ളം കുടിക്കുക കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബെസ്റ്റ് ടെക്നിക്ക്. ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നമ്മൾ ഒരു ഓട്ടോമേറ്റഡ് മെക്കാനിസം ഉണ്ട് നമ്മുടെ ബോഡിയിൽ തന്നെ. വെള്ളം കുടിക്കേണ്ട ആ സമയം വരുമ്പോൾ അതുകൊണ്ട് മിനിമം ഇതാണ് വേണ്ടത് നമ്മളുടെ. പിന്നെ ഈ സ്കിന്നിനൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ പോലെ എല്ലാം ഈ ബോഡി റിലേറ്റഡ് ആണ്. നമ്മുടെ ബോഡി തന്നെ പറയുന്നത് തന്നെ എല്ലാം ഈ വാട്ടർ കണ്ടന്റ് ആയത് കാരണം വെള്ളം കുടിക്കുന്നതിൽ വെള്ളം തന്നെ ഒരു മെഡിസിൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും. അതെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയി ഇരിക്കുക എന്നുള്ളത് അതിലാണ് കാര്യം. പ്രത്യേകിച്ചും ഈ സ്ത്രീ ജനങ്ങളിലാണ് വെള്ളം കുടിക്കാതിരിക്കൽ കാണുന്നത് കൂടുതലും. അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടതും. ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയുള്ളത് നെട്ടോട്ടത്തിൽ പലപ്പോഴും നമ്മൾ വെള്ളവും കുടിക്കാറില്ല, ആഹാരം കഴിക്കാറില്ല. അതെ തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിലൊക്കെ പോകുന്നതിന്റെ അസൗകര്യങ്ങൾ യാത്രയിലൊക്കെ ആണെങ്കിലും അപ്പൊ അതിനുള്ളൊരു ഒരു കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ എഗെയിൻ ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് അതൊരു ഹാബിറ്റ് തന്നെ ആക്കണമെന്നാണ് നമ്മളെ ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ഒരു ചിന്തയിൽ കൂടെ നമ്മൾ പറഞ്ഞത്. അതൊരു ഹാബിറ്റ് ആയാൽ നമ്മളത് ഓട്ടോമാറ്റഡ് ആയിട്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ബോഡി മെക്കാനിസത്തിൽ കൂടെ നമ്മൾ വെള്ളം കുടിക്കുന്നത് ഹാബിറ്റാവും. ചിലർ എപ്പോഴും ബോട്ടിൽ വരെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൽ എൻ്റെ റിക്വസ്റ്റ് തീർച്ചയായിട്ടും അത് കണക്കാക്കണമെന്നാണ്. വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് തന്നെ ആക്കണം. അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. ചിലപ്പം അതിനൊരു എളുപ്പ മാർഗ്ഗം സാറേ എനിക്ക് തോന്നുന്നു, നമുക്ക് ആവശ്യമുള്ള വെള്ളം രാവിലെ നമുക്ക് കാണത്തക്ക രീതിയിൽ വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് കാണും. അതെ അതുപോലെ തന്നെ ഇത് ശീല മാം എഴുന്നേൽക്കുമ്പോൾ തന്നെ ശരിക്കും അവന് ബ്രഷ് ചെയ്യാതെ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. വെള്ളം കുടിക്കാറുണ്ട് സാറേ. ബ്രഷ് ചെയ്യാതെ തന്നെ 1.5 ഗ്ലാസ് കുടിക്കാറുണ്ട്. അതെ. അപ്പൊ അത് നമ്മുടെ യൂസ്ഫുൾ ബാക്ടീരിയാസ് ഒക്കെ ആക്ച്വലി നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ വന്ന് അത് തന്നെ ഒരു ഹെൽത്തി ഹാബിറ്റ് ആണെന്ന് പറയാറുണ്ട്. അതെ. ഒരു 400-500 ml വെള്ളം നമ്മൾ ആദ്യം തന്നെ കുടിക്കുന്നത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ആവും. അതൊരു ഹാബിറ്റ് ആവും തീർച്ചയായിട്ടും. അല്ല അത് കുടിച്ചേ പറ്റുള്ളൂ സാറേ. എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മള് അത് എവിടെയോ വായിച്ചു വാ കഴുകാതെ തന്നെ നമ്മൾ ആ വെള്ളം കുടിക്കണമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഹാബിറ്റ് ഉണ്ട്. അതെ അത് നമ്മുടെ ഈ പ്രോബയോട്ടിക് ബാക്ടീരിയസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ഡൈജഷനും നമ്മുടെ ബൗൾ മൂവ്മെന്റിനും ഒക്കെയും നല്ലതാണെന്ന്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിൽ പോയി പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഹെൽത്തി ബെനിഫിറ്റ് അതാണ്. അതെ അപ്പം വെള്ളം കുടിക്കുക. സാറ് തന്നെയാ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത് യൂറിന്റെ കളറ് ശരിക്കും ആ വാട്ടറിന്റെ ഒപ്പം വരുമ്പോഴാണ് നമ്മുടെ പിന്നെ വാട്ടറിന്റെ അളവ് നമ്മളെ ശരീരത്തിന് കറക്റ്റ് കിട്ടി എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്ന് സാറാണ് ക്ലാസ് അല്ലേ? അത് ഞാൻ പറഞ്ഞിരുന്നു. അത് അന്ന് അങ്ങനെയുള്ള കുറെ പറയും. എപ്പോഴും ഇതൊരു ഡിബേറ്റ് തന്നെയാണ്. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാന്നുള്ളതിനെ കുറിച്ച് പല പഠനങ്ങളും പലതരത്തിലൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അവസാനം ഇങ്ങനെയാണ് പലതരത്തിലുള്ള നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. അതാണ് ഏറ്റവും. മറ്റേ ശ്രീമാരി മാഡം പറഞ്ഞാൽ കറക്റ്റാണ്. ബോഡിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടും കൂടുതൽ
ഒരുപക്ഷെ ബോഡി വെയിറ്റ് ഉള്ളവർക്ക് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും. താങ്ക് യു. പിന്നെ 8ാമത്തെ പോയിന്റ് സാറ് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ കൂടിപ്പോയോണ്ട് കുഴപ്പമുണ്ടോ എന്നൊരു ഡൗട്ട് കൂടിയുണ്ട്. 8 hours സ്ലീപ്പിംഗ്. പലർക്കും തീരെ കിട്ടാത്തതും അതാണ്. 8 hours നമ്മുടെ സാബു സാറിനെ പോലുള്ളവരൊക്കെ എത്രമാത്രം സാറിനൊക്കെ സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്നുള്ളതൊരു വലിയ. സാറേ ഞാനൊക്കെ 8 hours കൂടുതലാണ്, 8 hours കൂടുതൽ ഉറങ്ങുന്ന ആളാണ്. ആണോ? ശരി, എങ്കിൽ നല്ലത് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഉറങ്ങുന്നത് നല്ലതാ. 8 മണിക്കൂറുണ്ട്. നമുക്കൊന്നും കിട്ടൂല, ഉറക്കമേ ഇല്ലേ. പക്ഷെ പുസ്തകം വായിച്ചാൽ ഉറക്കം വരും, അല്ലാതെ ഉറക്കം വരില്ല. എന്ന് വെച്ചാൽ ഈ മൊബൈലൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കിടക്കുന്ന പിന്നെ ഉറക്കം വരുന്നില്ല. 3 മണിക്കൂർ മുമ്പ് മൊബൈലും ടിവിയും ഒക്കെ ഓഫ് ചെയ്യണമെന്നാണ് പറയുന്നത്, എന്നാലേ ഉറക്കില്ല. ഹാബിറ്റ് കുഴപ്പമില്ല, പക്ഷേ ഹാബിറ്റ് കുഴപ്പമില്ല. പക്ഷെ ഇത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ 8 hours കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ശരീരത്തിന് ഒരു ക്ഷീണം തോന്നും, കൂടുതൽ ക്ഷീണമായിരിക്കും. അതെ അതെ, ഒരു മന്ദത അനുഭവപ്പെടും. അപ്പൊ മനസ്സിലായിക്കോണം ഇച്ചിരി കൂടുതലാണ്. അതെ, ഡീപ് സ്ലീപ്പിലാണ്. അതെ, നമുക്ക് ഈ ഡീപ് സ്ലീപ്പാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് ശരിക്കും സ്ലീപ്പിൽ, ഡീപ് സ്ലീപ്പ് അല്ലെ. ഡ്രീം സ്ലീപ്പ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡീപ് സ്ലീപ്പിൽ നമുക്ക് അത് അപ്പോഴും നമ്മളുണ്ട്, നമ്മൾ ഉണർന്നിരിക്കുകയാണ്. അതെ അതെ, സാധാരണയായിട്ട് ഈ രാത്രി എന്ന് പറയുന്ന ഉറക്കം നമുക്ക് മിക്കവാറും ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഒരു 6 hours 7 hours അപ്പുറം കിട്ടത്തില്ല. പിന്നെ ഡേ ടൈമിൽ വല്ലതും നമ്മൾ കിടക്കുന്നെങ്കിൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 8 വരത്തുള്ളൂ. ഞാൻ രാവിലെ മെഡിറ്റേഷൻ വരാത്തത് കൊണ്ടാണ്, രാവിലെ മെഡിറ്റേഷന് ഞാൻ പങ്കെടുക്കാത്തത് അതുകൊണ്ടാണ് എന്റെ ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാവും. ഞങ്ങളെയൊക്കെ ഉണർത്തി ഇരുത്തിയിട്ട് സാർ ഉറങ്ങുക സുഖമായിട്ട്. അതെ അതെ, കാരണം വേറെ ഒന്നുമില്ല, എന്റെ റീസൺസ് അതല്ല. കറക്റ്റ് സമയത്ത് ഈ 5 മണിക്ക് നമ്മൾ എഴുന്നേക്കും, പക്ഷെ 5 മണിക്ക് മുമ്പ് 4 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് 5 മണിയായൊന്നു, അതാണ് കുഴപ്പം. അത് 5 മണിക്ക് നമുക്ക് എണീക്കുന്നുണ്ടെങ്കിൽ 4 മണിക്ക് എണീറ്റാലേ 5 മണിക്ക് തയ്യാറായി വരാൻ. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കും നമ്മൾ. 3 മണിക്ക് എഴുന്നേറ്റ് 5 ആയോ നോക്കും, 4 മണി, എത്ര പ്രാവശ്യം ബ്രെയിനിന് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 5 മണിക്കൊക്കെ എഴുന്നേക്കും, അലാറം അടിച്ചാൽ നമ്മൾ കേൾക്കും, പക്ഷെ പലപ്പോഴും അപ്പൊ അത് ഭയങ്കരമായിട്ട് ഉറക്കത്തെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അതിനേക്കാളും പ്രധാനം ഷീല മാഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കത്തിന്റെ നമ്മൾ സ്ഥിരമായിട്ടുള്ളൊരു സമയത്ത് ഉറങ്ങുക എന്നുള്ളത് ആണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ആ സമയത്ത് നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ ബോഡിക്ക്, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന് അതാണല്ലോ. ഇപ്പൊ 10 മണിക്ക് ഉറങ്ങുന്നെങ്കിൽ എല്ലാ ദിവസവും പറ്റത്തില്ലായിരിക്കും അവർ, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ നമ്മൾ അതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉറക്കത്തിനോടൊപ്പം സ്ഥിരമായിട്ടുള്ള അതാണ് ഹാബിറ്റ് ശരിക്കും പറഞ്ഞത് അല്ലേ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എന്റെ ബയോളജിക്കൽ ക്ലോക്ക് 10:30 ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിനൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ 11 കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം കിട്ടാൻ പ്രയാസമുണ്ട്. അങ്ങനെയും വരാം. യെസ്. അപ്പൊ അതൊരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു ടൈം. അതുപോലെ തന്നെ നേരത്തെ കിടക്കുക, നേരത്തെ ഉണരുക, അതും ഒരു നല്ല ഹാബിറ്റാണ്. കുട്ടിക്കാലം മുതലേ അത് ശീലിച്ചാലേ ഇതാകത്തുള്ളൂ. പൊതുവെ അങ്ങനെ ശീലിച്ചവർക്ക് എല്ലാവർക്കും അത് ഓക്കെയാണ്. ഞങ്ങളൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ട് കിടന്ന് താമസിച്ച് അതിനി ഒരിക്കലും. ഞാൻ ഈ മെഡിറ്റേഷന്റെ പ്രോഗ്രാമിൽ നമ്മുടെ ബീത മാസ്റ്ററിന് വേണ്ടി 150 ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റു. അപ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്തൊക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തത്. കാരണം അത് ഒരു ശീലം നമുക്കങ്ങനെ കുട്ടിക്കാലം പോലെ ഇല്ല. നമ്മളെപ്പോഴും ലേറ്റ് ആയിട്ട് കിടന്ന് താമസിച്ച് എഴുന്നേറ്റൊരു ശീലമുള്ളൂ. അതാണ് ഈ പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചവർ കുഴപ്പമില്ല. അപ്പോൾ 10 മണിക്ക് പോയാൽ മതി. 9:30 ഉണരും. 9 മണിക്ക് 8 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി. മറ്റേ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളുടെ ശീലം അതല്ലല്ലോ. രാവിലെ 6:30 വീട്ടിൽ നിന്ന് പോകണമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട്. അബ്ദുൽ സാറേ എന്തെങ്കിലും പറയുന്നു? അബ്ദുൾ റഷീദ് സാർ എന്തെങ്കിലും പറയുന്നു? സാറേ നമുക്കൊക്കെ 6 മണിക്കൂറിന് താഴെയാണ് സാബു സാറേ. കേൾക്കാമോ? ലാപ്പിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമോ ചോദിക്കുന്നത്. അതൊരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് 6 മണിക്കൂർ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ക്ഷീണം ഒന്നും ഫീൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല.
പക്ഷെ ക്ഷീണം മാറിയതായിട്ട് ഫീൽ ചെയ്യാറില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ പ്രശ്നമുണ്ട്. അപ്പം നാപ്പ് വേണം. അപ്പം അതിനാണ് നമ്മൾ പകൽ ഉറക്കം, ഉച്ച കഴിഞ്ഞിട്ട് ചെറിയ നാപ്പുകൾ ഉപയോഗിക്കുന്നത്. നാപ്പ് സ്ലീപ്പ് എന്ന് പറയത്തില്ലേ, ചെറിയ 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 ഉറക്കങ്ങൾ, ചെറിയ ഡ്യൂറേഷനിൽ. അതുപോലെ മനോജ് സാർ പറഞ്ഞ 2 മിനിറ്റിന്റെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് നടക്കുകയില്ല. അത് വളരെ കറക്റ്റ് ആണ് സാർ, വളരെ കറക്റ്റാ. ഒരുപാട് കാര്യങ്ങൾ. അതെ, അതുകൊണ്ടാണോ അത് ഡു ഇറ്റ് നൗ. ഇഫ് ഇറ്റ് ടേക്സ് ഓൺലി 2 minutes, ഡു ഇറ്റ് നൗ. അതെ, അത് നല്ലൊരു പോയിന്റ് ആണ്. അതുപോലെ മനോജ് സാറുടെ പിന്നെ ഒരു സ്ലൈഡ് വല്ലാതെ ടച്ച് ചെയ്തു. ഈ സക്സസ്ഫുൾ പീപ്പിൾ ആർ നോട്ട് സൂപ്പർമാൻ. അത് വളരെ ഗംഭീരമായിരുന്നു, ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണത് എല്ലാവരെയും. താങ്ക് യു സാർ. താങ്ക് യു. ധൈര്യമായിട്ട് മറ്റുള്ളത് കൊടുത്തു അല്ലേ? ക്ഷമ പറയും. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അതുപോലെ തന്നെ മനോജ് സാർ ഒരു മാജിക്കൽ നമ്പറുമായിട്ടാണ് ഇന്നും വന്നത് പ്ലാറ്റ്ഫോമിലെ 12. ലാസ്റ്റ് ക്ലാസ്സിലും സാർ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു മാജിക്കൽ നമ്പർ 12 ഉപയോഗിച്ചതായിരുന്നു അല്ലേ സാറേ? തീർച്ചയായിട്ടും ഇന്നും വളരെ ലളിതമായ രീതിയിൽ കുറച്ച് നമുക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് സാറ് ഇതിലൂടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ബ്രീത്തിങ്, പിന്നെ മീറ്റിംഗ് ബ്രേക്സ് ഒക്കെ നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. ഓഫ്ലൈൻ ഒക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും അത് ഇരിക്കുവാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ സാറ് കോള് വരുമ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതും കോൺഷ്യസ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നോട്ടഡ് ആണത്. പിന്നെ സാർ പറഞ്ഞു സ്കില്ല്, എന്തെങ്കിലും ഒരു ന്യൂ സ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും എവരി ഡേ. അത് നല്ലൊരു സജഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മളിലുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, ഹാപ്പിനെസ്, അതൊക്കെ ഒരുപാട് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഒരു സെൽഫായിട്ടുള്ള ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയമാണത്. പിന്നെ റീഡിങ് ഹാബിറ്റ്സ്, അത് ഇപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ശരിക്കും. പക്ഷെ ചില ഗ്രൂപ്പുകളിലൊക്കെ അത് ചലഞ്ചായിട്ട് വെക്കാറുണ്ട്. ഒരു വർഷം 365 ബുക്സ് വായിക്കണം എന്നുള്ള ഒരു ചലഞ്ചസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ വായന എന്നുള്ള ഒരു ശീലത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കാണേലും വേറെ ആള് വായിക്കുന്ന അറിയുമ്പോൾ എനിക്കും വായിക്കണം എന്നുള്ളൊരു കൂടുതൽ താല്പര്യം തോന്നുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാറ് പ്രത്യേകം നോട്ട് ചെയ്തത് ഒരുപാട് സന്തോഷം. പിന്നെ ചില ഗ്രൂപ്പുകളിൽ കാണാറുണ്ട് ഓരോ നോവലിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കിന്റെ ഒരു അധ്യായം വായിച്ചിടുക, ഇന്നൊരാൾ വായിക്കുക, നാളെ ഒരാൾ വായിക്കുക. അപ്പൊ അത് ഒരുപാട് താല്പര്യത്തോടു കൂടി തന്നെ ആളുകൾ അത് ഏറ്റെടുക്കാറുണ്ട്. പിന്നെ അതേക്കുറിച്ച് ഇടയ്ക്ക് ഒരു ഡിസ്കഷൻ ഒക്കെ വരാറുണ്ട്. അതും ഒക്കെ ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. സാർ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ, ഹാബിറ്റ്സ് ആക്കേണ്ടത് അത്ര അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. ഒരു മുത്തില് ഒരു മാലയിൽ കോർത്ത മുത്തുകൾ എന്ന പോലെ ഈ 12 കാര്യങ്ങളും കോർത്തിണക്കി വളരെ മനോഹരമായിട്ടത് ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നെ സാറ് ഒരു കാര്യം കൂടി പറഞ്ഞു, സാറ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു. സബ് സാറിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമൊക്കെ തോന്നാറുണ്ട് ഞങ്ങൾ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. അല്ല, നിങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്നതാണ് ഇതിനെ കൂടുതലും, പ്രത്യേകിച്ച് സാബു സാറൊക്കെ വരുമ്പോൾ തന്നെ അതിന്റെ ഒരു കരിസ്മയുണ്ട്, എല്ലാത്തും എനർജിയാണ്. എനിക്കതാണ് ഫീൽ ചെയ്യുക, എനർജി. ഇത്രയൊക്കെ ദൂരെ ഇരിക്കുകയാണെങ്കിലും മിക്കവാറുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ എനർജി ക്യാൻ ബി ട്രാൻസ്ഫോം എന്നുള്ളത് സത്യമാണ്. നമ്മള് ഇതൊരു ഹാബിറ്റാണ്. ഇതിന്ന് നമുക്ക് കിട്ടുന്ന വലിയൊരു എനർജി തന്നെയാണ് സാറ് പറഞ്ഞത്. ഞങ്ങൾ വിചാരിച്ചു സാറ് ഉത്സവകാലം ഒക്കെ ആയതുകൊണ്ട് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, ഇനിയിപ്പം അടുത്ത കാലത്ത് പ്ലാറ്റ്ഫോമിൽ വരില്ല എന്നൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതെ അതെ, അത് എല്ലാം കോമ്പിനേഷൻ ആണ്. ഇപ്പൊ മ്യൂസിക്കൽ പ്രോഗ്രാം പിന്നെ എവിടെയെങ്കിലും അടുത്ത പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയി കാണണം എന്നൊക്കെ ഞാൻ ഷീൽ ടീച്ചറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ, എല്ലാത്തിനും ഞാൻ സമയം കിട്ടും. ഇപ്പൊ ഈ വായനയുടെ കാര്യം ഉഷ ടീച്ചർ പറയാൻ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ നേരത്തെ, ഞാനൊരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷെ ചില ദിവസമൊക്കെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അതാണ്, കുറേ പേജ് വായിക്കും. ഞാൻ അല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് കുറച്ച്
പേജസേ വായിക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മാസം കൊണ്ടൊക്കെ ആയിരിക്കും, ഒരുമിച്ച് വായിക്കാറില്ല. ഒന്നാമത് ഈ പറയുന്ന അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു നല്ല ഒരു ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ചിലപ്പോൾ അരമണിക്കൂറോ ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ വെറുതെ വായിച്ചങ്ങ് പോകുന്നതിനകത്തും കഥയില്ല. അപ്പോൾ എന്തെങ്കിലും നോട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചു കാലം മുന്നേ എഴുതാനും വായിക്കാനും ഒക്കെ അത്യാവശ്യം സമയം ഒരു പുതിയ കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ചു. അല്ല, അതിൻ്റെ എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടുള്ള സാബു സാറിന്റെ ഉള്ള കോൺട്രിബ്യൂഷൻ ഒരുപാടുണ്ട്. ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ്. അത് എല്ലാവരുടെ ലൈഫിലുണ്ടത് എല്ലാവരുടെ തീർച്ചയായിട്ടും അതെ. സാറ് നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഡേറ്റുകൾ കുറവാണ്. ആഴ്ചയിൽ 7 ദിവസമുള്ളൂന്ന് അറിയാമല്ലോ. ഒരാൾ മിസ് ചെയ്താൽ പിന്നെ ആ സീറ്റ് കിട്ടാൻ പിന്നെ വലിയ പാടാ. അതുകൊണ്ട് ഞാൻ മനോജ് സാറിനെ ഞാൻ തിങ്കളാഴ്ച പറ്റത്തില്ലെങ്കിൽ ശനിയാഴ്ച എടുത്തോളൂ എന്ന് പറയും. ഇല്ലെങ്കിൽ അടുത്ത ആളെ കയറി പോയാൽ പിന്നെ ഇത് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഡേറ്റിന് വേണ്ടി വെയിറ്റിംഗ് സാറേ. റെഡി ആയിട്ടിരുന്നോ മനോജ് സാർ കൊടുക്കും. നമുക്കും എന്താണ് ഇതൊരു പഠനമാണല്ലോ ടീച്ചറെ. നമ്മളും ഇപ്പൊ ഒരു കണ്ടന്റ് കിട്ടിയാലേ അത് എത്ര മനോഹരമാക്കാം. അതെ, പ്രിപ്പറേഷൻ ഭയങ്കര നന്നായിട്ടുണ്ട് സാർ. എത്ര മനോഹരമായിട്ടാണ് ആ കാര്യങ്ങള് മൊഡ്യൂൾ ആക്കുന്നത്, അത് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ അത് അവതരിപ്പിക്കുന്നതിനൊക്കെ അതൊരു ആർട്ടാണ്, അതൊരു കലയാണ്. അല്ല, അത് നമ്മള് ഉണ്ടാക്കിയെടുത്ത, അതാ ഞാൻ പറഞ്ഞു, അത് ഞാൻ പഠിച്ചെടുത്ത പുതിയ കാര്യങ്ങളിലൊന്നാണ്. നമ്മളൊക്കെ അത് അടുക്കി പെറുക്കി അതിന്റെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് സാർ അത് അടുക്കി പെറുക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നതും സാറിന്റെ പ്രൊഫഷൻ പോലെ തന്നെ ഇതും ഒരു കലയാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം. പിന്നെ സാറ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, താങ്ക് യു സോ മച്ച് സാർ. ഗ്രാറ്റിറ്റ്യൂഡ് സാർ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അറിയാത്ത ഒരാള് പോലും നമ്മുടെ ലൈഫിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് ചിരിച്ചൊരു താങ്ക് യു പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന വലിയൊരു എക്സ്പ്രഷൻസ്, അത് നമുക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാതെ കരുതി വെക്കാൻ പറ്റുന്ന. അതെ, ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യം ഇപ്പൊ ടീച്ചർ പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ അത് ആ തേയില പറിച്ച അതിന്റെ കൊട്ടരിട്ട ആളിന്റെ കാര്യം മുതലാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്, അല്ലെ സാബു സാറേ? ശരിക്കും അതെ, അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് സാർ. ഇപ്പൊ നമ്മൾ അരി കഴുകി ഇടുവാണെങ്കിലും അത് ശരിക്കും ഒരു മണ്ണൊരുക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് ഒരു അധ്വാനം ഉണ്ട്. പിന്നെ അത് വിളവെടുക്കുന്നത് വരേക്കും അതിനകത്ത് നമ്മള് ചെയ്യുന്ന അധ്വാനം, പിന്നെ അത് വിളവെടുത്തു കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള വ്യാപാരികള്, വണ്ടി, ഡ്രൈവർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഓരോ സ്റ്റെപ്പ് ഓർത്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു ലോകം തന്നെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നതെന്ന്, ഈ പ്രകൃതി തന്നെ എന്തൊക്കെയാണ് ഒരുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കലും അറിയാത്ത ആളുകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് എത്രമാത്രം അധ്വാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അതേക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ. സാർ പറഞ്ഞ പോലെ ചായ കാര്യം പറയുമ്പോ തന്നെ ശരിയാ. നമുക്കുള്ളതെല്ലാം അധികമാണ്. നമ്മൾക്ക് മനുഷ്യന്മാർക്ക് കംപ്ലൈന്റ് പറയാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം ആവശ്യത്തിലും അധികമാണ് സാബു സാറേ, അല്ലേ? നമുക്ക് ഈ ഉള്ളതിനെ നമ്മൾ ഓർക്കാറില്ല, അതിനെക്കുറിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാറില്ല എന്നേ ഉള്ളൂ. നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ചാണ് എപ്പോഴും കംപ്ലൈന്റ് പറയുകയും ഉള്ളതെല്ലാം നമുക്ക് വരദാനമാണ്. താങ്ക് യു സാർ. നമുക്ക് ജോൺസൺ മാഷിന്റെ ഗാനങ്ങളാണ് കേട്ടോ. ജോൺസൺ മാഷിന്റെ നാളെ ഉണ്ടാവും. അതുപോലെ തന്നെ മനീഷ് സാറിനോട് ഒരു കാര്യം കൂടെ, 5 മണിക്ക് എണീക്കെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വാ സാറേ. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ത്രീ ജനാധിപത്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ മറ്റേ സാർ വരുന്നില്ലേ ഇപ്പം, മറ്റേ ശശികുമാർ സാർ വല്ലപ്പോഴും വരാറുള്ളൂ. ശശി സാർ ദിവസം ലീവാ. റോയ് സാറും വരണം കേട്ടോ സാറേ. റോയ് സാറ്, ജോർജ് സാറൊക്കെ വന്ന് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തരണം. മാഡം അതാ കുഴപ്പം. ഞാൻ ചെറുപ്പമാരെ 5 മണിക്ക് എഴുന്നേക്കാൻ പാടാ. എന്നാ 4 മണിക്ക് എഴുന്നേറ്റ് സാറേ. അല്ല, 5 മണിക്ക് എഴുന്നേറ്റ ഉടനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. 5 മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറെ സൂപ്പർ പ്രോഗ്രാംസ് ആണ്, നല്ല അടുക്കും ചിട്ടയുള്ള പ്രോഗ്രാംസ് ആണ്. സാറിന്റെ സമയത്ത് ശശിസാർ ഭയങ്കര സ്പീഡായിരുന്നു അല്ലെ, ഫാസ്റ്റ് ആയിട്ട്. 1 മണിക്കൂർ പോകുന്നത് അറിയത്തില്ല സാറേ. എന്തൊരു സ്പീഡായത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അത് അത്രമാത്രം സ്ട്രക്ചർ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാ. എന്തൊക്കെ കാര്യങ്ങൾ അത്രയൊന്നും ആരും കൊടുക്കാറില്ല.
സാർ ഈ ഒരു പ്രോഗ്രാം ഗ്യാപ്പും ഇല്ല. തുടങ്ങിയപ്പോ മുതലേ ഞാൻ അതില് താല്പര്യം നോക്കിയതാ, പക്ഷെ നടക്കില്ല. പാടാ. ഞാൻ അതിനകത്ത് ഒരു ദിവസം വന്നിരുന്നു ഉഷ ടീച്ചറെ, പക്ഷെ അന്ന് അമ്മ ഞാൻ സാറ് കേറണതും കണ്ടു ഇറങ്ങണതും കണ്ടു. സെയിം ലിങ്ക സാറേ, സെയിം ലിങ്ക. ആരെങ്കിലും ജോയിൻ ചെയ്തോളൂ. പിന്നെ ഇതിനൊരു മെന്ററിങ് വേണം, അതാ ഈ കുഴപ്പം. നമ്മള് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇപ്പൊ ഞാൻ ഇൻവൈറ്റ് ചെയ്താലും ഞാൻ അതിൻ്റെ അകത്ത് കാണത്തില്ല, അപ്പൊ ആളുകൾ ചിലപ്പോൾ സ്കിപ്പായി പോകും. അത് പിന്നെ ഒത്തിരി ആളില്ലാത്തതാണ് നല്ലത്. ഒത്തിരി ആളില്ലാത്തത് നല്ലതെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഞാൻ അതിനകത്ത് വന്നെങ്കിലും സാബു സാറേ, ഞാൻ അതിനകത്ത് ഒരു മൂക സാക്ഷിയെ പോലെ അന്ന് ഒരു പ്രാവശ്യം ഇരുന്നുള്ളൂ. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിപ്രസരം കണ്ടപ്പോ സാറ് അവിടെ നിന്ന് ചാടി. ഇല്ല, അത് വളരെ യൂസ്ഫുൾ. എനിക്ക് ആ സാറിന്റെ പേര് ഞാൻ വിട്ടു. എന്തോ ഉഷ ടീച്ചർ, ശശി സാർ. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും അത്ര ക്രിസ്പായിട്ടുമാണ് പുള്ളി ചെയ്യുന്നുള്ള കാര്യം ഞാൻ അന്ന് നോട്ട് ചെയ്തിരുന്നു. വളരെ ക്വിക്കായിട്ട് നമ്മൾ കേറുന്നതും ഇറങ്ങുന്നോന്ന് സാറ് അറിയത്തില്ലെന്നേ ഉള്ളൂ. നോക്കുക. പക്ഷെ ഞാൻ ഈ രാവിലെ എഴുതിയെങ്കിൽ എനിക്ക് 6 മണിക്ക് ഞങ്ങളെല്ലാം കൂടെ കൂടുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. കാരണം ഈ തിരുവനന്തപുരത്ത് ജോലിയുള്ളവരൊക്കെ ഉണ്ടേ, അവർക്ക് ബസ്സിന് ട്രെയിനിനൊക്കെ സമയമാവുക. കറക്റ്റ് 1 സെക്കൻഡ് പോലും അതിനകത്ത് കളയുന്നില്ല വെറുതെ. ഇപ്പൊ എല്ലാവരും പരസ്പരം ചെയ്യാൻ പഠിച്ചു. അതാണ് ആളില്ലാതെ വരുന്ന. മറ്റേത് ഞങ്ങള് കുറെ പേര് ഇങ്ങനെ മാനേജ്, ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അതാണ് ഇതിന്റെ ആ ഗ്രൂപ്പിന്റെ ഒരു ദിവസം ലീവാണെങ്കിൽ അടുത്തയാൾ അവിടെ ചാർജ് എടുക്കും. ഒരു ദിവസം ആര് ലീവായാലും അടുത്തയാൾ അവിടെ ചാർജ് എടുക്കും. അതുപോലെയുള്ളൊരു സിസ്റ്റം ഇല്ല. അങ്ങനെ ഗ്രൂപ്പോ ഇല്ല. കാരണം എന്ന് വെച്ചാൽ മറ്റേയൊക്കെ ഒരാൾ ഗൈഡ് ചെയ്യുമല്ലോ. ഇതങ്ങനെയല്ല, ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നത്. അതാണ് ഇടയ്ക്ക് ഞാൻ പോലും കയറുവാണെങ്കിൽ എന്റെ പേര് മാറ്റി ഞാൻ കയറത്തുള്ളൂ. നല്ല കോപ്പറേഷൻ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഒരു പേരാക്കിയിട്ട് കയറിയാൽ മതി. അല്ല, ഞാൻ കയറാറുണ്ട്. ഞാൻ ഇടയ്ക്ക് നേരത്തെ എഴുന്നേക്കേണ്ട യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കയറാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ പേര് വെച്ചാൽ വേറെ ഏതെങ്കിലും പേര് കയറും. അപ്പൊ ചോദിക്കും, വിളിക്കും. അപ്പൊ ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിക്കണം. മിക്കവാറും ബസ് യാത്രകളിലോ ഏതെങ്കിലും സമയത്തായിരിക്കും ഞാൻ കയറുന്നത്. അല്ലെങ്കിൽ ഞാൻ നോർമലി ഉറക്കത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ചില സമയങ്ങളിൽ ഞാൻ കയറാറുണ്ട്. ഇപ്പൊ കുറച്ചാളായിട്ടില്ല. ഓക്കെ, അപ്പം നല്ലോണം നടക്കട്ടെ. മനോജ് സാർ, താങ്ക് യു. നാളെ നമുക്ക് ജോൺസൺ മാഷിനെ ഓർക്കാം. See you. Good night. Thank you, sir. Thank you, sir. Good night. Right. Thank you.